ദൻ മലയാളം. സോ ഇന്ന് നമ്മൾ ദന്നിൻ്റെ സ്കാനെക്സ് സ്ക്രീനറിനെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർ ആണോ, അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണോ, ഏത് പൊസിഷനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കാനെക്സിൻ്റെ സ്ക്രീനർ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എസ്പെഷ്യലി ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. എല്ലാം ഹൈലി പെയ്ഡ് വേർഷൻസ് ആണുള്ളത്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാം തന്നെ ഒരൊറ്റ സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ ദന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദി മേജർ ഹൈലൈറ്റ് ബിഹൈൻഡ് സ്കാനെക്സ് ആൻഡ് ഇറ്റ് ഈസ് സോ പവർഫുൾ ആൻഡ് സോ ഹെൽപ്ഫുൾ ഫോർ യു. സോ നമുക്കിന്ന് ദൻ സ്കാനെക്സ് സ്റ്റോക്ക് സ്ക്രീനറിനെ പറ്റി പരിചയപ്പെടാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി നൗ. സി, നിങ്ങൾ ഇപ്പോൾ ദന്നിൻ്റെ വെബ് ട്രേഡർ ആണെങ്കിൽ ദന്നിൻ്റെ വെബ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഓപ്പൺ ആണെങ്കിൽ നിങ്ങൾക്ക് ദന്ന് സ്കാനെക്സ് ടൂൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്വിക്കായിട്ട് സ്കാനെക്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഇവിടെ കാണുന്ന ഏറ്റവും റൈറ്റ് സൈഡിൽ, ടോപ്പ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു പ്രൊഫൈൽ കാണാൻ കഴിയും. നിങ്ങളുടെ പ്രൊഫൈൽ ഇമേജോ അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കും. ഹൈ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഒരു അലേർട്ട് ബട്ടൺ ഇവിടെ, ഒരു ഐക്കൺ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ അടുക്കലായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആകും. പ്രൊഫൈലിൻ്റെ മെനൂസ് ഉണ്ട്. അതിൽ ടോപ്പിൽ നിന്ന് നാലാമത്തത് അനലൈസ് സ്റ്റോക്സ് ഓൺ സ്കാനെക്സ് ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ. അപ്പോഴേക്കും നിങ്ങൾക്ക് സ്കാനെക്സിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ ഓപ്പൺ ആയി കഴിയും. സ്കാനെക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ തുടക്കം നിങ്ങൾ കാണുമ്പോൾ നോക്കൂ, നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി. ഇത്തരം ഈ മിഡ് ക്യാപ് നിഫ്റ്റി, എസ്പെഷ്യലി നിഫ്റ്റി ഇപ്പോൾ എടുത്തോളൂ. നിഫ്റ്റിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല, അതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തറിയാൻ പറ്റും, നിഫ്റ്റിയുടെ അന്നത്തെ 50 സ്റ്റോക്സ്, നിഫ്റ്റിക്കുള്ളിലുള്ള 50 സ്റ്റോക്സിൻ്റെ അന്നത്തെ ഇൻട്രാഡേയിൽ നടക്കുന്ന ചേഞ്ചസ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതിൽ ഏതൊക്കെ സ്റ്റോക്സിലാണ് ബുള്ളിഷിൽ നിൽക്കുന്നത്, ഏതൊക്കെ ബെയറിഷിൽ നിൽക്കുന്നുണ്ട്, ഓവറോൾ ട്രെൻഡ് നമുക്ക് മെയിൻ ഹെഡറിൽ തന്നെ അറിയാൻ പറ്റും. ടോപ്പിൽ നോക്കുമ്പോൾ തന്നെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പൊതുവെയുള്ള വാല്യൂസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അന്നത്തെ ദിവസം ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ അന്ന് നിഫ്റ്റി 50ൻ്റെ ഉള്ളിൽ ഏതൊക്കെ സ്റ്റോക്സാണ് ഗുഡ് പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഏത് പെർസെൻറ്റേജ് ചേഞ്ച്, എത്ര പെർസെൻറ്റേജ് ഒരു ദിവസത്തെ അപ്പായി അല്ലെങ്കിൽ ലോ ആയി എന്നറിയാൻ പറ്റും. എത്ര വോള്യൂം ഉണ്ട്, ഓരോ പർട്ടിക്കുലർ സ്റ്റോക്കിനുള്ളിലും എത്ര വോള്യൂം ഉണ്ടെന്ന് അറിയാൻ പറ്റും. PE റേഷ്യോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഫണ്ടമെൻറ്റൽസ് അറിയുന്നവർക്കേ അറിയാവൂ PE റേഷ്യോയെ പറ്റിയൊക്കെ. സോ PE റേഷ്യോ, മാർക്കറ്റ് ക്യാപ്പ് എന്നാൽ എന്ത്, PE റേഷ്യോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ചാപ്റ്റർ വൈസ് തന്നെ ഞാൻ വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഫണ്ടമെൻറ്റൽസ് പഠിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ആ സമയവും സ്കാനെക്സ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഫണ്ടമെൻറ്റൽസ് പഠിക്കാൻ പറ്റും. നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ എന്താണ് സ്കാനെക്സ് എന്നും സ്കാനെക്സിനകത്തുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ മെനൂസ്, എന്തൊക്കെ ഫങ്ഷനാലിറ്റീസ് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് മാത്രമാണ് ഈ വീഡിയോ. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഒരു പോയിന്റും മിസ് ചെയ്യാണ്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എവിടെ ഏത് മെനൂസിലാണ് ഇത്തരം പോയിന്റ്സ് ഉള്ളത് എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. സംശയങ്ങളുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് അറിയാൻ പറ്റും. വീഡിയോ ലൈക്ക് ചെയ്യുക, മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ, സോ അപ്പോൾ ഹോം സ്ക്രീനിൽ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്, ടോപ്പ് മെനൂസിൽ എന്തൊക്കെയുണ്ട്. നിഫ്റ്റി, അതേമാതിരി തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഏതൊക്കെയാണ് സ്റ്റോക്സ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ഗുഡ് പെർഫോമർ ഏതാണ്, നെഗറ്റീവ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഏതാണ്, ഇൻട്രാഡേയിൽ നമുക്ക് എന്തൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ദെൻ കംസ് ടു ബിലോയിൽ നോക്കൂ, സ്റ്റോക്ക് സ്ക്രീനർ ഫോർ ഇന്ത്യൻ സ്റ്റോക്സ്. എന്താണ് ഇന്ത്യൻ സ്റ്റോക്സിൻ്റെ സ്ക്രീനർ എന്നുള്ളത് തന്നെയാണ് ഹെഡർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇവിടെ സെർച്ച് ബോക്സ് ഓപ്ഷൻ ഉണ്ട്. സെർച്ചിൽ നമുക്ക് ഏത് സ്റ്റോക്സും, ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള എല്ലാ സ്റ്റോക്സിൻ്റെയും നമുക്ക് എന്തറിയാൻ പറ്റും, ഫണ്ടമെൻ്റൽ ആൻഡ് ടെക്നിക്കൽ അനാലിസിസ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കാനെക്സിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ സപ്പോസ് നിങ്ങൾക്കിപ്പോൾ അറിയേണ്ട ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാനിത് ഇവിടെ തന്നെ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് നോക്കൂ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇന്നത്തെ ലൈവ് മാർക്കറ്റിൽ എത്ര നടക്കുന്നു. 2 പോയിന്റ്സ് മുകളിലേക്ക് നിൽക്കുന്നു, 0.25% കയറി നിൽക്കുന്നു. ഇൻസ്റ്റൻ്റ്ലി നമുക്കറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്, ഓവർവ്യൂ എന്ന് പറയുന്നത് എന്താണ്, മൊത്തത്തിലുള്ള ആ സ്റ്റോക്കിൻ്റെ എന്താണ് കാഴ്ചപ്പാട് എന്തൊക്കെയാണ്. അതിനകത്ത് തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കൂ, കീ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക്
സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അറിയുന്നവർക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വിക്കായിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യം, ലൈക്ക് മാർക്കറ്റ് ക്യാപ്പ്, EPS, PE റേഷ്യോ, ദെൻ ഡിവിഡൻഡ് ഈൽഡ്, എത്രത്തോളം ഡിവിഡൻഡ് ഈൽഡ് ഒരു കമ്പനി നൽകുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട്, ദെൻ ഇൻഡസ്ട്രി, അത് ഏത് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ SBIനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കും പറയേണ്ട കാര്യമില്ല, ബാങ്കിങ് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്കാണ് അല്ലേ. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദെൻ 52 വീക്ക് ഹൈ, അത് 52 വീക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു വർഷം. 52 വീക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാം, 365 ഡേയ്സ് ഡിവൈഡഡ് ബൈ 7 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 52 to 54 വരും. അതിന് ആവറേജ് പറയുന്ന പേരാണ് 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് അത് എത്ര ഹൈയിലേക്ക് പോയി, ഒരു വർഷം കൊണ്ട് എത്രത്തോളം ലോയിലേക്ക് പോയി, ഒരു വർഷ പീരീഡിനുള്ളിൽ ആ സ്റ്റോക്കിൻ്റെ വളർച്ച എത്രത്തോളം താഴ്ന്നു, എത്രത്തോളം പൊങ്ങി എന്നറിയുന്നതിനാണ് 52 വീക്ക് ഹൈ, 52 വീക്ക് ലോ. ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ന്യൂ കമ്മേഴ്സിന് വേണ്ടിയിട്ടും കൂടിയാണ്. നല്ല എക്സ്പേർട്ടായിട്ടുള്ള നിങ്ങൾ, മറ്റുള്ള ട്രേഡേഴ്സ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് ബോറിംഗ് ആയിട്ട് കണക്കാക്കരുത് ഒരിക്കലും. കാരണം നമ്മളെപ്പോലെ മറ്റ് ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോ എക്സ്പ്ലനേഷൻസിനും ഞാൻ ഫോക്കസ് കൊടുക്കാറുള്ളത്. ദാറ്റ് യു ഹാവ് ടു, എന്താ പറയുക, അവർക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് വരിക. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് PB റേഷ്യോ, പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്ന് പറയും. അത് കമ്പനിയുടെ അസറ്റ് എത്രയാണ്, അതിന് മേളിൽ മാർക്കറ്റ് എത്ര രൂപ അതിന് നൽകിയിട്ടുണ്ട് എന്നറിയുന്നതിനെയാണ് PB റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മോർ ഡീറ്റെയിൽസ് ഒക്കെ ഫണ്ടമെന്റൽസ് പഠിക്കും മനസ്സിലാക്കാം. സോ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കീ ഫണ്ടമെന്റൽസിൽ ഇതിനകത്ത് ഇവിടെ തന്നെ ലഭ്യമാണ്. ഇത്തരം റേഷ്യോസ് ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ വേറെ ഒരുപാട് സ്ക്രീനേഴ്സ് അവൈലബിൾ ഉണ്ട്, പക്ഷേ അത് പെയ്ഡ് വേർഷനാണ്. ഇത് നിങ്ങൾക്ക് ഫുള്ളി ഫ്രീ ആണ്. വൺസ് അഗൈൻ ഞാൻ പറയും. ഇനി ഈ കീ ഫണ്ടമെന്റൽസിൽ തന്നെ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഹിയർ. നോക്കൂ, ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫണ്ടമെന്റൽസ് ആണ് നമ്മൾക്ക് ആവശ്യം, നമ്മൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ് നടത്താൻ വേണ്ടുന്ന ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് ഒത്തിരി ഉണ്ട്. ഇത് നോക്കൂ, ഇതിലിപ്പോൾ ഓൾറെഡി ടിക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം ഓൾറെഡി ഇൻക്ലൂഡഡ് എന്നാണ് അർത്ഥം. സോ ഇൻക്ലൂഡഡ് കൊടുത്തിരിക്കുന്ന മാർക്കറ്റ് ക്യാപ്പ്, EPS, PE റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, ഇൻഡസ്ട്രി, 52 വീക്ക് ഹൈ, ലോ, PB റേഷ്യോ, ഡെപ്റ്റ് ടു ഈക്വിറ്റി, കടം എത്രയുണ്ടെന്ന് അറിയുന്നതാണ് ഡെപ്റ്റ് ടു ഈക്വിറ്റി, സെക്ടർ, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്, ഏത് ഇൻഡസ്ട്രിയാണ്, ഏത് സെക്ടറാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടുന്നത്. അല്ലാണ്ട് കുറേ പാറ്റേൺസ് മാത്രം പഠിച്ചിട്ട് ഒത്തിരി പാറ്റേൺ ബ്രേക്ക് ഔട്ട്, ഇന്ന കാൻഡിൽ സ്റ്റിക്സിൻ്റെ ബിഹേവിയർ പഠിക്കുക, അല്ലെങ്കിൽ പാറ്റേൺ മാത്രം പഠിക്കുക, അതിന് മാർക്ക് ചെയ്തുക, അതിനനുസരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ടെക്നിക്കൽ അനാലിസിസ്, ചുരുക്കി പറഞ്ഞാൽ വെറുതെ ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് മാത്രം ഒരു ട്രേഡറിന് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ലെവലിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. ഫണ്ടമെന്റൽ അനാലിസിസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് 1 by 1 ഞാൻ മൈന്യൂട്ട് ഓരോന്നിനും ഓരോ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മലയാളത്തിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി പരിചയം. സോ അത്തരം കസ്റ്റമൈസേഷൻസ് എല്ലാം നമുക്ക് ഇതിലൂടെ നടത്തിയെടുക്കാൻ പറ്റും. നമുക്ക് വേണമെന്നുള്ളത് ടിക്ക് ചെയ്യാം, വേണ്ടാത്തതിനെ അൺടിക്ക് ചെയ്യാം, വേണമെന്നുള്ളത് ടിക്ക് ചെയ്യാം. അത് എന്നിട്ട് ഇവിടെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഇതിനെ തന്നെ കമ്പാരിസൺസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ വിത്ത്, ഇപ്പോൾ ഇതിനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, നോക്കൂ എത്തരം നോക്കൂ. ഇപ്പോൾ ഈ കാണുന്ന എന്താണ് കമ്പയർ. സ്റ്റേറ്റ് ബാങ്കിന് നമ്മൾ ഏത് കമ്പാരിസൺ നടത്തും, അതേ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് ബാങ്കുമായിട്ടുള്ള നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കമ്പാരിസൺ റേഷ്യോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇതെല്ലാം PSU സെക്ടർ ബാങ്കുകളാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഡസ്ട്രി, കറക്റ്റായിട്ടുള്ള സെക്ടർ ഏതാണോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ്, പിയർ കോമ്പറ്റീറ്റേഴ്സ്, അവരുടെ പെർഫോമൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൽ ആരാണ് ടോപ്പ് പെർഫോമർ, അതിൽ ടോപ്പ് വീക്ക് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇത്തരം പോയിന്റ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് കംസ് ടു ഫോർകാസ്റ്റ്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർകാസ്റ്റ് മീൻസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇതുവരെ വന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നു, ആര് ഫോർകാസ്റ്റ് ചെയ്യുന്നു, ഡിപ്പെൻഡ്സ് അപ്പോൺ വലിയ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഉണ്ടാവും, അനലിസ്റ്റുകളൊക്കെ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന മെത്തഡോളജീസിനെ. ഇതൊന്നും ആക്ച്വലി ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ആ ഫോർകാസ്റ്റിന് സാധ്യതയുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ ഫോർകാസ്റ്റ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത, അതിൽ തന്നെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെയും ഫോർകാസ്റ്റ് ഉണ്ടാവും. ഇതിലിപ്പോൾ EPSനെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. EPSൻ്റെ ഫോർകാസ്റ്റ്, EPS എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് പെർ ഷെയർ എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ പർട്ടിക്കുലർ കമ്പനി അവരുടെ
മൂല്യത്തിൽ നിന്നും അവരുടെ ബുക്ക് വാല്യൂവിൽ നിന്നും എത്ര അധികം സമ്പാദിച്ചു എന്നുള്ളതിനെയാണ് EPS എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അറിയാത്തവർക്ക് അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കുറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫോർകാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എത്ര, അതിന് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഫോർകാസ്റ്റിങ്സ് നടക്കാൻ സാധ്യതയുണ്ട്. ഒരു ഏറ്റവും ലോയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, മീഡിയം റേഞ്ചിൽ താഴ്ന്നു പോയാൽ എങ്ങനെയാണ്, ഹൈ റേഞ്ചിൽ താഴ്ന്നു പോയാൽ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൊരു ഫോർകാസ്റ്റിലൂടെ മനസ്സിലാക്കാം. ദെൻ കംസ് ടു അങ്ങനെ അതുപോലെ EPS, പ്രൈസ്, റവന്യൂ, ROA, ROE, റിട്ടേൺ ഓൺ അസറ്റ്, റിട്ടേൺ ഓൺ ഈക്വിറ്റി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതൊക്കെ വലിയ റോക്കറ്റ് സയൻസ് ആണോ? ഒന്നുമല്ല. ദീസ് ആർ ഓൾ സിമ്പിൾ പോക്കറ്റ് സയൻസ്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം 1 by 1 ആയിട്ട്. നിങ്ങൾ കൂടെ ജോയിൻ ചെയ്തോളൂ, മുന്നോട്ട് പോയിക്കോളൂ, തുടർന്ന് കാണൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാനുള്ള എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കാൻ ഞാനും പരമാവധി ശ്രമിക്കാം. ഓക്കെ, ദെൻ കംസ് ടു ന്യൂസ്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പർട്ടിക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് സെഗ്മെൻറ്റ് ഉണ്ടാവും. ലൈക്ക് ഇവിടെ ഒരു ന്യൂസ് സെഗ്മെൻ്റ് ഉണ്ട്. അതെന്താണ്, November 4, 2025 എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന റിസൾട്ട്, ഫിസ്ക്കൽ ഇയർ 2026 എന്താണ് ഹെഡ് വായിച്ച് നോക്കിയാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെഡ്യൂൾസ് ബോർഡ് മീറ്റിംഗ് ഫോർ Q2 ഫിസ്ക്കൽ ഇയർ 26 റിസൾട്ട് ഓൺ November 4. November 4 റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് മീറ്റിംഗ് കൂടുന്നു എന്ന് പറഞ്ഞൊരു ന്യൂസ്. ലൈക്ക് വൈസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂസസ് ഇവിടെ അവൈലബിൾ ആണ്. ദെൻ കംസ് ടു പിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഒരു സെക്ടറിലുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിനെ കമ്പീറ്റ് ചെയ്യുന്ന ഈക്വലന്റ് കോമ്പറ്റീറ്റേഴ്സ് വരെ തുല്യരായിട്ടുള്ള മത്സരാർത്ഥികളെ നിന്നല്ലേ നമ്മൾ ആരാണ് മികച്ചത് ആരാണ് മോശം എന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് പിയർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിയേഴ്സ് എന്ന് ചുരുക്കപ്പേരിൽ പറയപ്പെടുന്നത് ഇൻ ഇൻഡസ്ട്രിയിൽ. നമ്മുടെ ഇതിൽ നോക്കൂ, പിയേഴ്സിൽ നോക്കൂ ആരൊക്കെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ, ഞാൻ പറഞ്ഞതുപോലെ അത്തരം ബാങ്കിങ് ഷെഡ്യൂൾഡ് ബാങ്ക്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ടോട്ടൽ എന്തൊക്കെ അറിയാൻ പറ്റും. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്, PE റേഷ്യോ, റവന്യൂ, ഇയർ ഓവർ ഇയർ ഗ്രോത്ത്, നെറ്റ് പ്രോഫിറ്റ്, ഇയർ ഓവർ ഇയർ ഗ്രോത്ത്, പിന്നെ ക്വാർട്ടർ ഓവർ ക്വാർട്ടർ പ്രോഫിറ്റ്, പിന്നെ അവരുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ. നിങ്ങൾക്ക് എന്തറിയണം, എല്ലാത്തിൻ്റെയും കമ്പാരിസണിൽ ആരാണ് മികച്ചതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. സോ ദിസ് ഈസ് കംസ് ടു ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ അത്യാവശ്യമായിട്ടുള്ള നമ്മൾ ആസ് ആൻ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രേഡർ ആ കമ്പനിയുടെ ഈ മൈക്രോ അനാലിസിസ് എന്ന് പറയുന്ന സാധനം എന്താണ്, രണ്ട് തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. എന്താണ് മൈക്രോ ആൻഡ് മാക്രോ അനാലിസിസ് ഉണ്ട്. മാക്രോ എന്ന് പറയുന്നത് ഒരു കമ്പനി ഏത് രാജ്യത്താണോ ആ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിനാരിയോസ് എന്താണ്, അതിൻ്റെ കമ്പീറ്റ് ചെയ്യുന്ന പോകുന്ന ഒരു സർവീസോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണോ അവരുടെ കോർ സെയിൽസ് അല്ലെങ്കിൽ അവരുടെ കോർ റവന്യൂ പോയിന്റ്, ഇതൊക്കെ മനസ്സിലാക്കുന്നത് മാക്രോ. പക്ഷെ മൈക്രോ എന്ന് പറയുന്നത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടുകാർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവരുടെ സ്വന്തം പോക്കറ്റിലിരിക്കുന്ന കാശിൻ്റെ ചിലവ് എത്ര, വരുമാനം എത്ര എന്നുള്ള കാര്യം അത് നടത്തിപ്പുകാർക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ വീട്ടുകാർക്ക് അറിയാൻ പറ്റുള്ളൂ, ഗൃഹനാഥനാണെങ്കിൽ ഗൃഹനാഥനല്ലേ അറിയാൻ പറ്റുള്ളൂ. അതേമാതിരി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ സ്വന്തം കാര്യം, കമ്പനിയുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഒരു ഷെയർ ഹോൾഡറിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര പീരീഡിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇത്ര രീതിയിൽ ഞങ്ങൾ എക്സ്പെൻഡിച്ചർ ചെലവഴിച്ചു, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, അതിന് ഇത്ര ശമ്പളം കൊടുക്കേണ്ടി വന്നു, ഇന്ന സാധനങ്ങൾ വാങ്ങേണ്ടി വന്നു, മാനുഫാക്ചറിങ്ങിന് ഇത് വേണ്ടു, റാ മെറ്റീരിയൽസ് ഇത്ര ചെയ്തു, കടമുണ്ടായിരുന്നതിൻ്റെ ഇത്ര ലോൺ അടച്ചു, അല്ലെങ്കിൽ ഇത്ര ഡെപ്റ്റ് നമ്മൾ തിരിച്ചടച്ചു. ഇങ്ങനെ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ആസ്പെക്റ്റുകളെ പറ്റി മനസ്സിലാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, അത് എങ്ങനെയാണ് ഓരോ വർഷാവർഷമുള്ള, അതൊക്കെ December 20 ഇത് ക്വാർട്ടർലി ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ആനുവലി നോക്കുകയാണെങ്കിൽ നമുക്ക് ആനുവൽ 2020 മുതലുള്ള ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൽ എന്തെത്തരം പെർഫോമൻസ് ആണ്, റവന്യൂ എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, എബിറ്റ എന്താണ്, വാട്ട് ഈസ് മീൻ ബൈ എബിറ്റ, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമാൽഗമേഷൻ എന്ന് പറയും. അതിൻ്റെയാണ് ചുരുക്കി പറഞ്ഞത് എബിറ്റ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആർക്കും ഭയപ്പെടേണ്ട കാര്യമില്ല. ദീസ് ആർ ഓൾ ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ട്രേഡർ ആകാൻ സാധിക്കൂ. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇതെല്ലാം ചെയ്തിട്ട് ഓപ്പറേഷനിൽ നിന്നും എത്ര ലാഭം ഉണ്ടാക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ഓപ്പറേഷൻ അല്ല, ആ കമ്പനിയുടെ ഓപ്പറേഷൻ, കമ്പനിയുടെ പ്രവർത്തനത്തിൽ നിന്നും അവർ എത്ര പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. 100 രൂപ അവർ റവന്യൂ ഉണ്ടാക്കി, അതിൽ എത്ര ശതമാനം ലാഭം കിട്ടി. 10% എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, 100 രൂപയുടെ അവർക്ക് വരുമാനം ഉണ്ടായത്, എല്ലാ ചിലവും പോയിട്ട് അവർക്ക് 10 രൂപ അവർക്ക് മാറ്റി വെക്കാൻ പറ്റി, അല്ലെങ്കിൽ ലാഭവിഹിതം 10 രൂപ കിട്ടിയെന്നർത്ഥം.
സോ ദാറ്റ് ഈസ് കാൾഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് ഡിപ്രിസിയേഷൻ, ദെൻ ഇൻട്രസ്റ്റ് എത്ര കൊടുത്തു എന്നറിയാം, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ അവർ എത്ര ലാഭം ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ടാക്സ് കൊടുത്തതിന് ശേഷം എത്ര ലാഭം ഉണ്ടാക്കി, എത്രയാണ് ടാക്സ് കൊടുത്തത്, ഇതെല്ലാം പോയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപ അവർക്ക് മാറ്റി വെക്കാൻ സാധിച്ചു. അതിനാണ് EPS എന്ന് പറയുന്നത്, ഏർണിങ്സ് പെർ ഷെയർ. ഇവിടുത്തെ പെർ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഷെയർ അല്ല, മാർക്കറ്റിന്റെ പ്രൈസിനെ അല്ല ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, ബുക്ക് വാല്യൂ തന്നെയാണ്. അല്ലെങ്കിൽ ബുക്ക് വാല്യൂവിനെ പറയുന്ന ഇനിയൊരു പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഈക്വിറ്റി. അതൊക്കെ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. ഇതൊന്നും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അതൊക്കെ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ ചെറുതായിട്ട് മെല്ലെ വരും ദിവസങ്ങളിൽ നമുക്ക് പഠിച്ചു പോകാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും നിങ്ങൾ ഹോൾഡ് ചെയ്യുക, മുന്നോട്ട് പോകാം. സോ അടുത്തത് ബാലൻസ് ഷീറ്റിനെ പറ്റി. തീർച്ചയായിട്ടും അക്കൗണ്ടിങ്ങിനൊക്കെ അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ ഇത്രയും ഇൻഡെപ്ത് ആയിട്ടൊക്കെ ഓരോ സ്റ്റോക്കിനെ പറ്റി പഠിക്കണം സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ സേ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം മാർക്കറ്റ് ടൈമിൽ തന്നെ ഇതൊന്നും നോക്കണമെന്നില്ലല്ലോ. നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന നേരം സാർ ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കി ഒരു ട്രേഡ് എടുക്കാൻ പറ്റും? വേണ്ട. ഇതൊക്കെ ആരാണ്? വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാർക്കാണ്. കൃത്യമായ രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിന്റെ പുറത്ത് എനിക്ക് പൂർണ്ണമായ കൺട്രോൾ ഉണ്ട് എന്ന് ബോധ്യം വരുത്തിയിട്ട് ഒരാൾ ഒരു ട്രേഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ട്രേഡ് സക്സസ് റേഷ്യോ ഒരിക്കലും 100% സക്സസ് എന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെ പറയാൻ പാടില്ല. 100% അല്ല, പക്ഷെ അയാളുടെ വ്യൂ പോയിന്റ്, അയാളുടെ സ്ട്രെങ്ത്, നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെ അയാൾക്ക് കറക്റ്റായ രീതിയിൽ ടെക്നിക്കലും ഫണ്ടമെന്റലും കൂടി ക്ലബ് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് റിസൾട്ട് ഹി ക്യാൻ അച്ചീവ്. എപ്പോഴും നിങ്ങൾ അത് മനസ്സിലാക്കുക. ചാടി ഇറങ്ങി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ പണക്കാരനാകാം എന്നുള്ള രീതിയിൽ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ കാണരുത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ നമ്മുടെ ധൻ സ്കാനക്സിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റ ഇങ്ങനെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, നമുക്ക് പഠിക്കാം. സോ അടുത്ത് ക്യാഷ് ഫ്ലോ എന്താണ്? നല്ല ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനി, നല്ല വരവും ചിലവായിക്കോട്ടെ, ചിലവ് നല്ല ഉണ്ടെങ്കിൽ, ചിലവുണ്ടാക്കണമെങ്കിൽ ഒരാൾക്ക് ചിലവ് കൂടുതലുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വരവും കൂടുതലുണ്ടെന്നല്ലേ അർത്ഥം. അല്ല ചിലവ് മാത്രം കൂടുതലുണ്ട് വരവ് കുറയുന്ന സാഹചര്യവും ഉണ്ടാവും. പക്ഷെ നല്ല ചിലവഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാവും. സോ ക്യാഷ് ഫ്ലോ കൂടും തോറും എക്സ്പെൻസസ് ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മൾ അതും ഒരു കീ മെട്രിക്സ് ആണ്. ക്യാഷ് ഫ്ലോ എത്രത്തോളം നല്ല പണം വരുന്ന റോളാകുന്ന ഒരു കമ്പനിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് ആരൊക്കെ എത്രത്തോളം പെർസെൻറ്റേജ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു എന്നറിയാൻ പറ്റും. സിംപ്ലി നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു കമ്പനിയുടെ പുറത്ത് എത്ര പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ദെൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പെർസെൻറ്റേജ് വൈസ് ടോട്ടൽ ഷെയർസിൽ നിന്നും എത്ര പെർസെൻറ്റേജ് അവർ ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. ദെൻ കംസ് ടു ഗവൺമെൻറ്. അതിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഗവൺമെൻറ്റ്സ് തന്നെ ഓരോരോ കമ്പനീസിൻ്റെ പുറത്തും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നറിയാൻ പറ്റും. പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോൾ ഉള്ളത് സാധാരണ ഒരു ഷെയർ നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങൾ ഒരു ഹോൾഡർ തന്നെയാണ്. ഷെയർ ഹോൾഡറിൻ്റെ പട്ടികയിൽ പെടും. നമ്മൾ ഏത് ലിസ്റ്റിൽ പെടും വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ കാറ്റഗറിയിൽ പെടും. ഹോൾസെയിലേഴ്സ്, ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവരെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നു. ഇത്രയുള്ള വ്യത്യാസം. പിന്നെ HNIs എന്നുണ്ട്, ഹൈ നെറ്റ് വർത്ത്. അവർ കുറച്ചുകൂടി ഇൻഡിവിജ്വൽസ് തന്നെയായിരിക്കും, പക്ഷേ കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നവർ HNIs എന്ന് പറയും. അങ്ങനെ ഒരു കാറ്റഗറി ഇതിനകത്തില്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് പബ്ലിക്. ദെൻ അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി. അങ്ങനെ പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്പർ ഓഫ് ഷെയർസ് എത്ര പെർസെൻറ്റേജ് ഓരോരുത്തർ ഹോൾഡ് ചെയ്യുന്നതെന്ന് അറിയാം. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ എവിടെ എന്തിനു വേണ്ടിയിട്ട് അറിയുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കീ മെട്രിക്സ് ആണ്. ഓരോ കാലഘട്ടത്തിലും അതിപ്പോൾ ഇയർലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആനുവൽ ക്വാർട്ടർലി ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ചേഞ്ചസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില സ്റ്റോക്സിലൊന്നും മാറത്തില്ല, ചില സ്റ്റോക്സിൽ മാറ്റം വരും. ആ മാറ്റം എങ്ങനെ ഷെയർ പ്രൈസിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇതൊക്കെയല്ലേ നമുക്ക് അറിയേണ്ടുന്ന കാര്യം. അല്ലാണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ കമ്പനിയെ ഉദ്ധരിക്കാനൊന്നും നമുക്ക് ഉദ്ദേശമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറച്ച് കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള മൂല്യം നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, കിട്ടാൻ സാധ്യതയുള്ള കമ്പനിയാണോ, അതിനെയാണോ ഞാൻ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ പുറത്താണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത്രയും കാര്യം നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ദെൻ ഡിവിഡൻഡ് എത്ര കൊടുത്തു എന്നറിയാൻ പറ്റും. ദെൻ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഓരോ വർഷത്തിൽ ഒരിക്കലല്ല, വർഷത്തിൽ പല നോക്കൂ. 2016 എത്ര ഡിവിഡൻഡ് കൊടുത്തു, എത്ര ഈൽഡ് ഡിവിഡൻഡ് ഉണ്ടായി,
2016 മുതൽ 2025 വരെയുള്ള ഡേറ്റാസ് നമുക്ക് അറിയാൻ പറ്റും. ദെൻ കംസ് ടു കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൈപ്സ് ഡിവിഡൻഡ് ആക്ഷൻ. അതൊരു ഒരു കമ്പനി ഡിവിഡൻഡ് നൽകുകയാണെങ്കിൽ അതിനൊരു കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയും. ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയാണെങ്കിൽ പറയും. പിന്നെ സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒരു കോർപ്പറേറ്റ് ആക്ഷൻസ് എന്ന് പറയും. അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ആക്ഷൻസ് നോക്കാം. പിന്നെ ഫയലിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫയലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ ഓരോരോ എന്താ പറയുക അനൗൺസ്മെൻറ്റ്സിന് തന്നെയാണ്. അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഉണ്ട്. ബട്ട് എക്സ്ചേഞ്ചിൽ അവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഫയലിങ്സ് എന്ന് പറയുക. അത്തരം ഇൻഫർമേഷൻസ് അറിയാൻ പറ്റും. ദെൻ അനൗൺസ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ അനൗൺസ്മെൻറ്റ്സ് പീരിയോഡിക്കലി നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മ്യൂച്വൽ ഫണ്ട്സ്, നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടല്ലോ, ഇത്തരം മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ അവർ ഈ പർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റോക്സ് എത്രമാത്രം ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകാർ ഹോൾഡ് ചെയ്യുന്നു. നമ്മുടെ DIAs എന്ന് പറയുന്നവർ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടും ഇറ്റ്സ് എ പാർട്ട് ഓഫ് DIAsന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയല്ലേ. ഓരോ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകകൾ ഓവറോൾ കളക്റ്റീവായിട്ട് അതിൽ എത്രത്തോളം ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പുറത്ത് ആ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വ്യക്തമായിട്ട് ഇതിലൂടെ അറിയാൻ പറ്റും. സോ എത്രമാത്രം ഇൻഫർമേഷൻസ് നിങ്ങൾ നോക്കൂ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതിലൂടെ ഗ്യാദർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ കംസ് ടു ടെക്നിക്കൽ അനാലിസിസ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? പലർക്കും എല്ലാ ടെക്നിക്കൽ നമ്മളിപ്പോൾ ഒരു ചാർട്ട് എടുത്ത് വെച്ചിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് RSI, ദെൻ ATR, സ്റ്റൊക്കാസ്റ്റിക് ATR, MACD, ഇത് പിന്നെ ADX, ROC, വില്യം പെർസെൻറ്റേജ് R എന്നൊക്കെ പറഞ്ഞ ഒത്തിരി എന്താ പറയുക മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ്, മൊമെൻറ്റം ഓസിലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത് എല്ലാറ്റിൻ്റെയും ആകെ തുക നമുക്കറിഞ്ഞാൽ പോരെ. അത് എങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പുറത്ത് അത് ഓരോന്നത് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? RSI ന്യൂട്രലായിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കുന്നു. ATR എന്ന് പറയുന്നത് ആവറേജ് ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അത് ലെസ് വോളറ്റൈൽ എന്ന് കാണിക്കുന്നു. അതായത് ചെറിയ രീതിയിലുള്ള മാത്രമേ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അതിൽ ഹൈയും ലോയും ചെറുതായിട്ട് മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ, മൂവ് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. സ്റ്റൊക്കാസ്റ്റിക് RSI എത്രയാ ന്യൂട്രലായിട്ട് കാണിക്കുന്നു. MACD ബുള്ളിഷ് ആയിട്ട് കാണും. MACD മൂവിങ് ആവറേജ്, കൺവേർജൻസ്, ഡൈവേർജൻസ്, ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക അതിശയോക്തിയുടെ ഒരു കാര്യമില്ല. ഇതൊക്കെ സിമ്പിൾ. മൂവിങ് ആവറേജസ്, അത് മൂവിങ് ആവറേജസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്. ആ മൂവിങ് ആവറേജിൻ്റെ തന്നെ മൂവിങ് ആവറേജ് ഒരു ദിശയിൽ പോവും, പ്രൈസ് ഇനി ഒരു ദിശയിൽ പോവുകയാണെങ്കിൽ അതെന്താ പറയുക ഡൈവർജൻസ് എന്ന് പറയും. മൂവിങ് ആവറേജും പ്രൈസും ഒരേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് കൺവെർജൻസ് എന്ന് പറയും. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറിട്ട് സഞ്ചരിക്കുക. കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച് സഞ്ചരിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മൂവിങ് MACD എന്ന് കേൾക്കുമ്പോൾ എന്തോ അത് വലിയൊരു D ആണെന്ന് തോന്നും. ഒന്നുമില്ല. മൂവിങ് ആവറേജ്, ഫസ്റ്റത്തെ MA is equal to മൂവിങ് ആവറേജ്. ആൻഡ് CD എന്ന് പറയുന്നത് C മീൻസ് കൺവെർജൻസ്. മൂവിങ് ആവറേജ് പ്രൈസുമായിട്ട് ചേർന്ന് സഞ്ചരിക്കുന്നുണ്ടോ അതിനെ കൺവെർജൻസ് എന്ന്. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്? അത് വ്യത്യസ്ത രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ നോക്കുന്നത് വോൾട്ട് ഈസ് MACD, മൂവിങ് ആവറേജ്, കൺവെർജൻറ്റ് ഡൈവേഴ്സ്. അതെന്താ സൂചിപ്പിക്കുന്നത്? അതിന് എന്താണ് എങ്ങനെയാണെന്ന് നോക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വ്യക്തമായിട്ട് സ്ക്രീനർ തന്നെ നമ്മളോട് പറയുകയാണ്. ഇത് മനുഷ്യന്മാർക്ക് വേണമെങ്കിൽ തെറ്റുപറ്റാം, പക്ഷേ സ്ക്രീനർ ഒരിക്കലും തെറ്റുപറ്റത്തില്ല. കാരണം ദീസ് ആർ ഓൾ കാൽക്കുലേറ്റഡ് പെർഫെക്റ്റ്ലി. സോ അത് ബുള്ളിഷ് ആണെന്ന് കാണിക്കുന്നു. അടുത്തത് ADX എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ ആവറേജ് ഡയറക്ഷണൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതും ഒരു കൈൻഡ് ഓഫ് RSI പോലെയൊക്കെ ഒരു മൊമെൻറ്റം ഇൻഡിക്കേറ്റർ തന്നെയാണ്. അതും സ്ട്രോങ് ട്രെൻഡ് കാണിക്കുന്നു. സ്ട്രോങ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് 25 and above വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആണെന്നൊക്കെ പറയും. ഇതൊക്കെ പഠിക്കാൻ വേറെ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേറെയും പഠിക്കാം. പക്ഷേ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോന്നിനെയും എടുത്തെടുത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരാം. സോ ദെൻ കംസ് ടു ROC എന്താണ്, ദെൻ വില്യം പെർസെൻറ്റേജ് R എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരത്തിലുള്ള അതിൻ്റെയൊക്കെ ട്രെൻഡ് ഓവർ ബോട്ടാണ്. ചിലത് ബെയറിഷ് കാണിക്കുന്നു, ചിലത് ബുള്ളിഷ് കാണിക്കുന്നു, ചിലത് സ്ട്രോങ് കാണിക്കുന്നു, ചിലത് ന്യൂട്രൽ കാണിക്കുന്നു. ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ടെക്നിക്കലി പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിനെ തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ഓപ്ഷൻ എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഏതോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന SBI ആയിരുന്നു, പക്ഷേ ഇത് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഏത് സ്റ്റോക്കിൻ്റെ വേണമെങ്കിലും ആ കമ്പനി എന്താണ്, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഏത് സെക്ടറാണ്, എന്നാണത് സ്റ്റാർട്ട് ചെയ്തത്, എന്നാണത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എബൌട്ടിലൂടെ പഠിക്കാൻ പറ്റും. സോ ഇനി ഇവിടെ നിന്ന് തന്നെ ഈ സ്റ്റോക്കിനെ ബൈ ചെയ്യണമെങ്കിലോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ
ബൈ കൊടുക്കാം. ബൈ കൊടുക്കുമ്പോൾ നാച്ചുറലി നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോ ഇവിടെ ഓപ്പൺ ആകും. ആ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ നമുക്ക് ആസ് യൂഷ്വൽ വെബ് ട്രേഡറിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവും. ട്രേഡിങ്ങിലാണോ MTFലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല ഇൻവെസ്റ്റിംഗ് ഓർ ഡെലിവറി എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അത് ഏത് രീതിയിൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം, മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണോ, ലിമിറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണോ, ട്രിഗറിൽ എക്സിക്യൂട്ട് ചെയ്യണോ, അതായത് സൂപ്പർ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണം. സൂപ്പർ ഓർഡറിനെ പറ്റിയൊക്കെ ഞാൻ നല്ല വിശദമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതേമാതിരി വെബ് ട്രേഡറെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ 1-2 വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. ദെൻ ഏറ്റവും ഈസി ആൻഡ് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അല്ലെങ്കിൽ ഡിമാറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നല്ല കൺസിസ്റ്റൻ്റ് ആണ്, റിലയബിൾ ആണ്, ട്രസ്റ്റ് വർത്തിയാണ്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ആവശ്യകതയുണ്ട്. അതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനോടൊപ്പം ഇതിലേയും കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് NSE നിന്ന് വാങ്ങണോ, BSE നിന്ന് വാങ്ങണോ, ബൈ ചെയ്യണോ, സെല്ല് ചെയ്യണോ, എന്തും ഏതിനും നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് ഏത് വിൻഡോയിൽ നിന്നിട്ട് വേണമെങ്കിലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ഹോം സ്ക്രീനിലേക്ക് വരാം. ഇനി താഴ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് തൊട്ട് മുന്നേ വീണ്ടും താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് എക്സ്പ്ലോർ, സൈറ്റ് മാപ്പ്, ഫണ്ടമെന്റൽ സ്ക്രീൻസ് ഇവിടെ തന്നെയുണ്ട്. കാൻഡിൽ സ്റ്റിക്സ് വഴി നിങ്ങൾക്ക് ഇത് ഫണ്ടമെന്റൽ സ്ക്രീനേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റും. സോ അത് ഞാൻ താഴെ നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് മാപ്സ് എന്തൊക്കെയാണുള്ളത്, ടെക്നിക്കൽ സ്ക്രീനേഴ്സ്, ഫണ്ടമെന്റൽ സ്ക്രീനേഴ്സ്, സൈറ്റ് മാപ്സ്, നിഫ്റ്റി കമ്പനീസ്, നിഫ്റ്റി 50 കമ്പനീസ്, നിഫ്റ്റി 50 കമ്പനീസിലെ സെക്ടർ വൈസിൽ ഏതൊക്കെയാണ് നമുക്കറിയാം. ഓട്ടോ സെക്ടറിലെ കമ്പനീസ് ഏതൊക്കെ, സപ്പോസ് ഓട്ടോ സെക്ടറിലെ കമ്പനീസ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, ഒന്ന് മാത്രം ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓട്ടോ സെക്ടറിൽ ഏതൊക്കെ കമ്പനീസ് നമുക്ക് സാധാരണക്കാരാണ്, നമുക്കെല്ലാം കോമൺ പീപ്പിളാണ്, നമുക്ക് അറിയാവുന്ന ന്യൂസസ് ഒക്കെ നമുക്ക് വരുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഡിഫൻസ് സെക്ടേഴ്സിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ചർച്ച ഉണ്ടാവുക. അതിനകത്തുള്ള സ്റ്റോക്സിനെ പറ്റി നമ്മളൊക്കെ ട്രേഡേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് സ്റ്റോക്സ് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഇപ്പോൾ GSTയുടെ റിഫോർമേഷൻ ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചു. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചത് ഓട്ടോ സെക്ടറിൽ ഒരുപാട് വില കുറയ്ക്കുന്നു, ഗവൺമെൻറ് ടാക്സ് ഒരുപാട് കുറച്ചു എന്ന് പറയുമ്പോൾ ഓട്ടോ സെക്ടേഴ്സിൻ്റെ ഒരുപാട് ടാക്സ് കുറയുമ്പോൾ കാറുകളുടെ വില കുറയുന്നു, കാറുകളുടെ അല്ല 2 വീലേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൻ്റെ വില കുറയുന്നു, ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്സുകളുടെ വില കുറയും, ഇതിന് ടാക്സ് കുറയുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനീസിനും അതേമാതിരി എന്ത് സംഭവിക്കുന്നു, അവർക്ക് പ്രോഫിറ്റ് കൂടുതലുണ്ടാവും. എങ്ങനെ പ്രോഫിറ്റ് കൂടുതലുണ്ടാവും? മൊത്തത്തിൽ ഒരു കാർ ഒരാൾ വാങ്ങുകയാണെങ്കിൽ കാറിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാർ മേക്കർ ഇനിയൊരു ഓട്ടോമൊബൈൽ ആക്സിലറീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുമായിട്ട് തീർച്ചയായിട്ടും ബന്ധം കാണുമല്ലോ. അവരുടെ വെണ്ടർ ആയിരിക്കും ഉറപ്പായിട്ടും. ഒരു കാർ ഉണ്ടാക്കുന്ന ആൾക്ക് അവർ പർച്ചേസ് ചെയ്യുന്നത് പലയിടങ്ങളിൽ നിന്നായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിന് മൊത്തത്തിൽ വളർച്ചാ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാറിൻ്റെ വിൽപ്പന കൂടുന്നു അല്ലെങ്കിൽ 2 വീലറിൻ്റെ വിൽപ്പന കൂടുന്നു എന്ന് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സെക്ടർ വൈസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അത്രയും നോക്കാം. ബാങ്കിങ് സെക്ടർ അതേമാതിരി, അല്ലെങ്കിൽ റിയാലിറ്റി സെക്ടർ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്ടേഴ്സ് ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഇപ്പോൾ ട്രംപ് 100% അവിടെ താരിഫ് അടിക്കുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്ടർ വൈസ് അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തരം ഫാർമ സെക്ടറിനുള്ളിൽ ഏതൊക്കെ സ്റ്റോക്സിന് അത് കൂടുതൽ ബാധിപ്പുണ്ടാകും, ഇത്തരം കാര്യങ്ങളൊക്കെ സെക്ടർ വൈസ് അങ്ങനെ ഡിഫറെൻറ്റ് എന്താ പറയുക ഡേറ്റ പാക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. ഓക്കെ, സോ നമ്മൾ വന്ന് പോയ പോയിന്റ് ഈ ഒരു പോയിന്റ് അല്ലേ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ് ലൈവ് മാർക്കറ്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലൈവ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് ലൈവ് സിറ്റുവേഷനിൽ നിങ്ങൾ ബുള്ളിഷ് സിഗ്നൽസ് ഏതൊക്കെ സ്റ്റോക്സിൻ്റെ ആണ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്, ഏതൊക്കെയാണ് ബെയറിഷ് ആയിട്ട് നിൽക്കുന്നത്, അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബുള്ളിഷ് സിഗ്നലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻട്രാഡേ ട്രേഡറിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫീച്ചർ ഉള്ളത്. ഇൻട്രാഡേ ട്രേഡറിൽ ബുള്ളിഷ് സിഗ്നൽസ് എത്തരം സ്റ്റോക്കാണ് ബുള്ളിഷിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് അറിയണം. അതിൽ തന്നെ ഏത് രീതിയിലുള്ള പാരാമീറ്റേഴ്സാണ് ബുള്ളിഷിൽ അറിയുന്നത് നോക്കൂ. ഡേ ഹൈ എത്രയാണ്, വീക്ക്ലി ഹൈ എത്രയാണ്, 2 വീക്സ് ഹൈ എത്രയാണ്, മന്ത്ലി ഹൈ ആണ്, 3 മന്ത്സ് ഹൈ, 52 വീക്ക് ഹൈ, R1 R2 R3. എന്താണ് ഈ R1 R2 R3 എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ലെവൽ 1, റെസിസ്റ്റൻസ് ലെവൽ 2, റെസിസ്റ്റൻസ് ലെവൽ 3.
അപ്പോൾ ഓരോ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഇപ്പോൾ ഒരു ദിവസത്തേക്കാൾ മുകളിലാണ്, ഒരാഴ്ചത്തേക്കാൾ മുകളിലാണ്, 2 ആഴ്ചത്തേക്കാൾ മുകളിലാണ്, 1 മാസത്തേക്കാൾ മുകളിലാണ്, 3 മാസത്തേക്കാൾ മുകളിലാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് നല്ല പവർഫുൾ ആണെന്ന് അർത്ഥം. അതിൽ നിന്ന് തന്നെ നമുക്ക് ചില ഫിൽട്ടേഴ്സ് എല്ലാം 100% ക്ലിയർ ആയി വരണമെന്നില്ല. സോ നമ്മളുടെ ഈ ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ ലെവൽസ് കുറയ്ക്കുകയാണ്. ഇപ്പോൾ എനിക്ക് R1 മാത്രം റെസിസ്റ്റൻസ് ഫസ്റ്റ് ലെവൽ ബ്രേക്ക് ആണ്, 3 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാനില്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം പോയിട്ട് പിന്നെ തിരിച്ച് താഴെ വരും. അപ്പോൾ അതേമാതിരി ഇപ്പോൾ എനിക്ക് R1 മാത്രം ബ്രേക്ക് ചെയ്യുക, റെസിസ്റ്റൻസ് ഫസ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്ന സ്റ്റോക്കാണോ അതിൽ ഞാൻ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊന്നും ഒരു ട്രേഡ് റെക്കമെൻഡേഷൻസ് ഒന്നും അല്ല കേട്ടോ. ഇറ്റ്സ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനത് എക്സാമ്പിളായിട്ട് പറയുവാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു സ്റ്റോക്ക് ആണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും R2ലേക്ക് പോകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ വീണ്ടും അത് മേളിലേക്ക് പോകും എന്നല്ലേ അർത്ഥം. അത്തരത്തിൽ നമുക്ക് ബുള്ളിഷായിട്ട് നമുക്ക് അങ്ങനെ മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ദിവസത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് തലേ ദിവസം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അത് രാവിലെ ഒരു ഹൈ പോയി, കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് താഴെ വന്നു, അത് വീണ്ടും അന്ന് പോയ ഹൈയേക്കാൾ പിന്നെയും മുകളിലേക്ക് പോകുന്നു എന്ന് അറിയുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും സ്ട്രെങ്ത് കൂടുന്നു എന്നർത്ഥം. അപ്പോൾ സ്ട്രെങ്ത് കൂടുമ്പോൾ വീണ്ടും ഹൈക്ക് മേളിൽ ഹൈയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മോർ ബയ്യേഴ്സ് അതിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റഡ് ആണെന്ന്, മോർ വോള്യൂംസ് കൂടുന്നു എന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അനാലിസിസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം സ്റ്റോക്കുകളിലൂടെ ഫോക്കസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇത് ഹെൽപ്ഫുൾ ആകും. ദെൻ കംസ് ടു ബെയറിഷ് സിഗ്നൽ. അതും ഇതേമാതിരി തന്നെ 1 ഡേ ലോ, ഒരു ദിവസത്തെ ലോ വീണ്ടും താഴ്പോട്ടേക്ക് വരികയാണോ, ദ സെയിം പാരാമീറ്റേഴ്സ്, വീക്ക്ലി ലോ, 2 months ലോ, 3 months ലോ, 1 week ലോ, 52 week ലോ, ദെൻ S1. ഇപ്പോൾ R1 R2 R3 എന്ന് പറയുന്നത് പോലെ പിവറ്റ് എന്ന് പറയും. പിവറ്റ് എന്ന് പറയുന്നത് മിഡിൽ ലൈനാണ്. പിവറ്റിൻ്റെ മേളിലാണെങ്കിൽ R1 R2 R3, പിവറ്റിൻ്റെ താഴെയാണെങ്കിൽ S1 S2 S3. എസ് എന്ന് പറയുമ്പോൾ ഇപ്പം R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു സപ്പോർട്ട് അല്ലേ. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു സപ്പോർട്ട്. S1 എന്ന് പറയുമ്പോൾ സപ്പോർട്ട് 1, S2 മീൻസ് സപ്പോർട്ട് 2, S3 സപ്പോർട്ട് 3. അപ്പോൾ S1 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് താഴെ ഇപ്പോൾ സെല് ചെയ്യുന്ന ഒരു വ്യക്തി, ഷോർട്ട് ചെയ്യുന്ന സാധനം ഫ്യൂച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്ഷൻസിലൊക്കെ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്യുന്നവരുണ്ടാവും. അത്തരക്കാർക്കൊക്കെ ഓപ്ഷൻ സ്റ്റോക്സ്, ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള സ്റ്റോക്സിനെയൊക്കെ ഫോളോ ചെയ്ത് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇത്തരം ഇൻഫർമേഷൻസ്, താഴ്പോട്ടേക്ക് പോകുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് ക്വിക്കായിട്ട് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഉടനെ നമ്മൾ ട്രേഡിലേക്ക് പോകത്തില്ല. അതിൽ തന്നെ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ഒത്തിരി ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നിന്നും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ പോയി വേറെ ഒരിടത്തും പോകേണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് തന്നെ ബൈ ചെയ്യാൻ പറ്റും. അത് സ്ക്രീനറിലൂടെ തന്നെ നമുക്ക് ബൈയും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ ലൈക്ക് വൈസ് പലതരത്തിലുള്ള റൈസ് ആൻഡ് ഫോൾ, എത്രത്തോളം മേളിലേക്ക് പോയി, വോള്യൂം സിഗ്നൽസ്, വോള്യൂം ഒരു ദിവസത്തെ ആവറേജ് വോള്യൂം കൂടുതലാണോ കുറവാണോ എന്ന് അറിയാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്സ്, ഹയസ്റ്റ് വോള്യൂം ഏതിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാം, ലോവസ്റ്റ് വോള്യൂം ഏതിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് അറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഇൻഫർമേഷൻസ് തരുന്നതിനാണ് ലൈവ് സെഗ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. ദെൻ കംസ് ടു എന്താണ്, ന്യൂസ്. നമ്മൾ നേരത്തെ കണ്ട മാതിരി ഇതെന്ന് പറയുന്നത് ഓവറോൾ ന്യൂസാണ്. ഓരോ നിമിഷവും ന്യൂസസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മാർക്കറ്റിൽ. അതിന് നിങ്ങൾ ഇനി പ്രത്യേകിച്ച് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് മാത്രമായിട്ട് നമുക്കൊരു ന്യൂസ് സെഗ്മെൻറ്റ്, നമ്മളെ സംബന്ധിച്ച് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇന്ന് വായിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ ഹെഡിങ് മാത്രം വായിച്ച് പോയാൽ മതിയാകും. ഇനി ന്യൂസിൽ തന്നെ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനെ കാണാൻ പറ്റും, പർട്ടിക്കുലർ സ്റ്റോക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അറിയാൻ പറ്റും, ലേറ്റസ്റ്റ് ന്യൂസ് അറിയാൻ പറ്റും, കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും, ഏർണിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അറിയാൻ പറ്റും, ഓർഡേഴ്സ് ആൻഡ് ഡീൽസ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ബിഗ് ഡീൽസ് ഒക്കെ നടക്കും എക്സ്ചേഞ്ചിനുള്ളിൽ തന്നെ, എക്സ്ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ വലിയ വലിയ പർച്ചേസസും നമ്മളെപ്പോലെ ബ്രോക്കേഴ്സ് നേരിട്ടല്ല അവർ എന്ത് ചെയ്യുക, ബൈയോ സെല്ലോ ഒക്കെ ചെയ്യുക. അവർ എന്താണ്, അതിന് തനി അവർക്ക് വിൻഡോ ഉണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബ്ലോക്ക് ഡീല്, ബൾക്ക് ഡീൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഡീൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അത് കഴിഞ്ഞ് ഗ്ലോബൽ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, ഗ്ലോബലി നമ്മൾക്ക് ഷെയർ മാർക്കറ്റുകൾ മൊത്തത്തിൽ, മാർക്കറ്റ് ഈസ് വൺ അല്ലേ, എല്ലാ മാർക്കറ്റും ഇൻ്റർ കണക്റ്റഡ് ആണ് ഇപ്പോൾ.
സോ അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിൽ നടക്കുന്ന വ്യത്യാസങ്ങളുടെ നമുക്ക് വേണ്ടി മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ന്യൂസസ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്ഡേറ്റ് കീപ്പ് ഓൺ ലൈവ്ലി അപ്ഡേറ്റഡ് ആണ്. അതിപ്പോൾ ഈവൻ പോസ്റ്റ് മാർക്കറ്റ് ടൈമിലാണെങ്കിൽ പോലും ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ മാർക്കറ്റ് അവധിയാണ്. പക്ഷേ ഗ്ലോബൽ നടക്കുന്ന ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ന്യൂസസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അടുത്ത് മാർക്കറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ്, നമ്മുടെ മാർക്കറ്റ് എന്തൊക്കെ ഓരോ ചേഞ്ചസ്, ഓരോ തരം ന്യൂസസ്, മാർക്കറ്റിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങൾ, മാർക്കറ്റിനെ പൊട്ടൻഷ്യലി ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസിൽ ഇതറിയാൻ പറ്റും. പിന്നെ IPO ഇൻഫർമേഷൻസ്, ഏതൊക്കെ പുതിയ സ്റ്റോക്സ് വരാൻ പോകുന്നു, ഏതൊക്കെ പുതിയ സ്റ്റോക്സ് എന്താ പറയുക ലിസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു, IPOയിൽ വരാൻ പോകുന്നു, അതിൻ്റെ എന്തൊക്കെ പ്രൈസ് ഉണ്ട്, അതിന് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് ഏത് കമ്പനിയാണ്, ആ കമ്പനിയുടെ പ്രവർത്തന മേഖല എവിടെയാണ്, അത് എന്തൊക്കെ ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്, മുന്നേ അത് ആരായിരുന്നു അതിൻ്റെ ഫൗണ്ടേഴ്സ്, ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് IPO റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. സോ അത് കഴിഞ്ഞിട്ട് മൈ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ, അവിടെ മൈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ന്യൂസാണ് വരുന്നത്. മൈ പോർട്ട്ഫോളിയോ ന്യൂസ് എന്ന് പറഞ്ഞ് നോക്കൂ, എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന് വരെ ഇപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങളൊരു 10 സ്റ്റോക്സ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 25 സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നു. ആ വ്യത്യസ്ത തരം സ്റ്റോക്കുകൾ എന്താണെന്നുള്ള കാര്യം നമ്മുടെ അക്കൗണ്ടിലുള്ള സ്റ്റോക്സിൻ്റെ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്തൊക്കെ വന്നു എന്ന് കണ്ടെത്തി അത്തരം ന്യൂസുകൾ നമുക്കിവിടെ തരികയാണ്. സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ന്യൂസ് സെഗ്മെൻറ്റ് നോക്കാം. സോ ഇതൊക്കെ ഒരു നമ്മൾ സെൽഫ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കും അത്തരം ന്യൂസുകൾ കൊണ്ട്. ഈ ന്യൂസിൻ്റെ പ്രയോജനം എന്താണ്? ഓരോ ന്യൂസസിനും അതിൻ്റെ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. നമ്മൾ ഡൈജസ്റ്റ് ചെയ്യേണ്ടുന്ന രീതിയിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ന്യൂസ് ഫ്ലാഷ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ക്വിക്കായിട്ട് ഷോർട്ടായിട്ടൊക്കെ ഷോർട്ടിലൊക്കെ വരുന്ന ന്യൂസ് അതിങ്ങനെ നമ്മൾ മാർക്കറ്റ് ടൈമിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പിലും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ ഇതിനെ ഒരു സെപ്പറേറ്റ് ഒരു ടാബായിട്ട് ഓപ്പൺ ചെയ്ത് മാറ്റി നിർത്തിയേക്കുക. മൾട്ടിപ്പിൾ വിൻഡോസ് ഒക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡ് ഡെസ്ക്, ട്രേഡ് സ്റ്റേഷൻ എന്നൊക്കെ പറയും. അതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ട്രേഡർ കീപ്പ് ചെയ്യേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ. സോ അത്തരം ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ഓരോ വിൻഡോസ്, സെയിം പ്ലാറ്റ്ഫോം തന്നെ ഡിഫറെൻറ്റ് വിൻഡോസ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. നമുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഒറ്റ വ്യൂവിൽ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പരന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് പതുക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്നതും നിങ്ങളുടെ കംപ്ലീറ്റ് ജോലി സ്ഥലം എന്ന് പറയുന്നതും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും എന്താണ്? ആകെ സിസ്റ്റവും ഒരു നല്ല ട്രേഡ് വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കേട്ടോ. നമുക്ക് അതിനെപ്പറ്റി ഇനിയൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. സോ ഇനി അടുത്തതിനകത്ത് വരുന്ന വേറെന്താണ്? ക്രിയേറ്റിന് എന്ന് പറയുന്നത് എന്താണ്? സ്ക്രീൻസ് ഉണ്ടാക്കുക. അതിന് മുന്നേ നമ്മൾ ആദ്യം സ്ക്രീനറിനെ പറ്റി പഠിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീനേഴ്സ്, ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് ഫണ്ടമെൻ്റലായിട്ടും സ്ക്രീനേഴ്സ് ഡിഫോൾട്ടായിട്ട് കമ്പനി നമുക്ക് സ്കാനക്സിലൂടെ നമുക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ക്രീനേഴ്സ് അവൈലബിൾ ആണ്. അത് എത്തരത്തിലുള്ള സ്ക്രീനേഴ്സാണ് നോക്കൂ. ഇതിനകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ബെസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ്. ബെസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ബെസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട്സ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കാഴ്ചവെച്ച കമ്പനി ഏതാണ് എന്നുള്ള കമ്പനീസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അറിയാൻ പറ്റും. അതിൽ ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വരെ നമുക്കറിയാൻ പറ്റും. നോക്കൂ, ഈ ഒരു സ്ക്രീനർ കാനക്സിൻ്റെ ഈ ഒരു ഡിഫോൾട്ട് സ്ക്രീനർ അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്ക്രീനറിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇയർ ഓവർ ഇയർ, ഫസ്റ്റ് തിങ് ഇയർ ഓവർ ഇയർ ക്വാർട്ടർ സെയിൽസ്. നോക്കൂ, ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ 10% ആണ്. അത് 10%-ക്കാളും ഇയർ ഓവർ ഇയർ ലാസ്റ്റ് ക്വാർട്ടർലി സെയിൽസ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ക്വാർട്ടറിനേക്കാളും 10% അധികമായിട്ടുള്ളത് വേണം ഒരു കണ്ടീഷൻ. അടുത്ത എന്താണ്? ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് അത് 15%-ന് മുകളിലുള്ളതാണ് എന്നുള്ളൊരു കണ്ടീഷൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനിയൊന്ന് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 500 കോടിക്ക് മുകളിലായിരിക്കണം. ഇനിയൊരു കണ്ടീഷൻ എന്താണ്? റിട്ടേൺ ഓൺ ഈക്വിറ്റി അത് 30 രൂപയായിരിക്കണം. റിട്ടേൺ ഓൺ ഈക്വിറ്റി ഇത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു സ്ക്രീനർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നിങ്ങൾ
ഫോളോ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ ഉണ്ടെങ്കിൽ, അതായത് ഫണ്ടമെന്റൽസ് ഒക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പാരാമീറ്റേഴ്സ് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഈ പാരാമീറ്റേഴ്സ് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം സ്വന്തമായിട്ട് കസ്റ്റമൈസബിൾ ഓപ്ഷനോട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനേഴ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കസ്റ്റമൈസേഷൻ കൊടുക്കണം. ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം. നോക്കൂ, കസ്റ്റമൈസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ നോക്കൂ, ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 10, സെയിൽസ് 10% വളർന്നിരിക്കുന്നു ക്വാർട്ടർലി എന്നറിയണം, എന്നെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്സ്. അടുത്തത് പ്രോഫിറ്റ് ഗ്രോത്ത് 15%. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ഇതിന് പോരാഞ്ഞിട്ട് അഡീഷണലി ഇപ്പോൾ എനിക്ക് ആഡ് ഫിൽട്ടർ, ഇവിടെ ആഡ് ഫിൽട്ടർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, എനിക്ക് EPS എന്താണ് ഏർണിങ്സ് പെർ ഷെയറും അതേമാതിരി കൂടുതലുള്ളത് വേണോ. ഇവിടെ നോക്കൂ, EPS എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു EPSന്റെ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണോ, EPSന്റെ ഗ്രോത്ത് ആണോ, അതോ ഇൻഡസ്ട്രി EPS ആണോ. സോ ഒരു കമ്പനി ഏതെങ്കിലും സെക്ടർ ഉണ്ടാവും, ആ സെക്ടറിൽ ടോട്ടൽ സെക്ടറൽ EPS എത്രയാണോ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതലാണോ നമ്മുടെ EPS, അതായത് സെക്ടർ വൈസ് ഒരു 10 രൂപയാണെന്ന് വെച്ചോളൂ. സോ 10 രൂപ EPS എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് തന്നെയാണ്, നമ്മുടെ ലാഭവിഹിതം, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭം എന്നുള്ളതിനെയാണ് EPS എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാഭം ഇൻഡസ്ട്രി മൊത്തത്തിൽ 10 രൂപയാണെന്ന് വെച്ചോളൂ എക്സാമ്പിൾ. പക്ഷേ ഇത്തവണത്തെ ഈ പർട്ടിക്കുലർ കമ്പനി അത് 12 രൂപ നേടിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നല്ലതല്ലേ അതിനർത്ഥം, 10നേക്കാൾ കൂടുതലല്ലേ 12. സോ അപ്പോൾ ഇൻഡസ്ട്രി EPSനേക്കാളും മുകളിലാണോ എന്നുള്ളതും ഒരു പാരാമീറ്റർ തന്നെയാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതേമാതിരി ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് അതിനെ കമ്പാരിസൺ നടത്തുകയോ അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സിൽ തന്നെ ഇൻക്രീസോ ഡിക്രീസോ വരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് സ്ക്രീനേഴ്സ് ഇതിലുണ്ടാക്കാൻ സാധിക്കും. അതിൽ പല സ്ക്രീനേഴ്സിനും നിങ്ങൾക്ക് ഈ സ്ക്രീനറൊക്കെ യൂസ് ചെയ്ത് പരിചയമുള്ളവർക്ക് നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് കോഡിംഗ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് തിങ് ദാറ്റ് തിങ്, ഇതൊന്നും വേണ്ട. സിംപ്ലി നിങ്ങൾ സെലക്ട് കൊടുത്താൽ മാത്രം മതി. ദാറ്റ് വിൽ വർക്ക് ബൈ ഇറ്റ് സെൽഫ്. അതാണ് നമ്മുടെ സ്കാനക്സിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മൾ കോഡൊക്കെ ചെയ്ത് എടുക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിംപ്ലി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇറ്റ് വിൽ വർക്ക് ബൈ ഓട്ടോമാറ്റിക്കലി വാട്ട് വി റിക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ. സോ അപ്പോൾ സ്ക്രീനർ എന്താണ്, അപ്പോൾ അതിൽ തന്നെ പലതരത്തിലുള്ള സ്ക്രീനേഴ്സ് ഞാനിപ്പോൾ കണ്ടത് ക്വാർട്ടർലി. ഇനി ദെൻ കംസ് ടു ക്യാപെക്സ്, ബൂസ്റ്റ്, മിഡ് ക്യാപ് സ്റ്റോക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ മൾട്ടി ബാഗേഴ്സ്. ഒരുപാട് പേര് മൾട്ടി ബാഗർ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പം മൾട്ടി ബാഗർ ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീനർ ഓട്ടോമാറ്റിക്കലി ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതേ ആവശ്യമുള്ളൂ. ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ല, ഇതിന് ചുമ്മാ എന്നിട്ട് കണ്ട ഉടനെ നോക്കൂ, ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നോക്കൂ. മൾട്ടി ബാഗേഴ്സ്, GSFC അതെന്താണ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, GNFC ഉണ്ട്, ഗുജറാത്ത് നർമ്മദ വാലി ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അശോക ബിൽഡ്കോൺ, PTC, PDC, DCB ബാങ്ക്, സന്ത ടെക്നോളജീസ്, ഇങ്ങനെ കുറേ. ഇതൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് ഇതിനകത്ത് കാണുന്നത് ഞാൻ പറയുന്നേ ഉള്ളൂ, നോട്ട് റെക്കമെൻഡേഷൻ, അത് ശ്രദ്ധിക്കാം. സോ ഇത്തരത്തിൽ അത് എന്തിൻ്റെ പേരിൽ സ്ക്രീനായി വരികയാണ്, ഇത് കൊടുത്തിരിക്കുന്ന ചില കണ്ടീഷൻസിൻ്റെ പേരിലാണ്. മാർക്കറ്റ് ക്യാപ്പ് അത് എന്തായിരിക്കണം, പെർ സെയിൽസ്, മാർക്കറ്റ് ക്യാപ്പും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ 100-നും 10,000 ക്രോഴ്സിനും ഇടയിലായിരിക്കണം, നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 0യെക്കാളും വലുതായിരിക്കണം, അല്ലെങ്കിൽ PE റേഷ്യോ സെക്ടർ PEയേക്കാളും കുറഞ്ഞിരിക്കണം. PE എപ്പോഴും കുറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇൻഡസ്ട്രി PEയേക്കാളും, സെക്ടർ PE എന്നുള്ള ഇൻഡസ്ട്രി PE, സെക്ടർ PEയേക്കാളും കുറഞ്ഞിരിക്കണം എന്നുള്ളത്. അത് എന്തുകൊണ്ട് കുറയണം എന്നുള്ളത് നിങ്ങൾ PEയെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ദെൻ കംസ് ടു EPS ഗ്രോത്ത്, ഇയർ ഓവർ ഇയർ കൂടണം എന്നുള്ളതാണ്. EPS ഞാൻ ഇതിൽ തന്നെ ഗ്രേറ്റർ ദാൻ എന്നാണ് കാണിച്ചിരിക്കുന്നത്. 0, ഗ്രേറ്റർ ദാൻ 0, 0യെക്കാളും മേളിലിരിക്കണം അല്ലേ, 1 എന്നെങ്കിലും അത് ഇയർ ഓവർ ഇയർ ഉള്ള ഗ്രോത്ത് പ്രീവിയസ് ഗ്രോത്തിനേക്കാൾ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുമാതിരി ഇതിനകത്തും കസ്റ്റമൈസേഷൻസ് ഉണ്ട്. സോ ഇത്തരം ഫെസിലിറ്റീസ് അതിനാണ്. പിന്നെ നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് തന്നെ ഇവിടെ ഫ്രം ദ സ്ക്രാച്ച്. ഇതിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്, ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്ക്രീനറാണ്. ഇനി നിങ്ങൾക്ക് ഫ്രം സ്ക്രാച്ച് ഇറ്റ് സെൽഫ് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പുതിയ പുതിയ പാരാമീറ്റേഴ്സ്, നിങ്ങൾക്ക് അതേ ആഡ് ഫിൽട്ടർ കൊടുത്തിട്ട് അതിൽ നിന്നും ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് സ്ക്രീനർ ഉണ്ടാക്കാം. അതിനൊരു പേരും നൽകാം. അത് കൊടുത്ത് സേവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിൽ പ്രീവിയസ്ലി ഞാൻ സേവ്ഡ് സ്ക്രീൻസ് ഉണ്ടോ എന്ന് നോക്കും. ഞാൻ ചെയ്തതായിട്ടുള്ള ഓർമ്മയുണ്ട്.
ഓക്കെ, നിങ്ങൾക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. ഇവിടെ ന്യൂ സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് സെലക്ട് ചെയ്യാം. NSE ആണോ, BSE ആണോ, ഇൻഡെക്സ് ആണോ, ഇൻഡെക്സിലുള്ളത് ഏത് നോക്കാം, ഇൻഡസ്ട്രി നോക്കാം, സെക്ടർ നോക്കാം, മാർക്കറ്റ് ക്യാപ്പ് എന്താന്ന് നോക്കാം, പ്രൈസ്, ഇത്രയും ഡിഫോൾട്ട് കൊടുക്കുക. അതിനുശേഷം ഫിൽറ്റേഴ്സ് അതിനനുസരിച്ച് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീനർ ഉണ്ടാക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇൻസൈറ്റ് നോക്കൂ. ഇൻസൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന നിഫ്റ്റി 50യുടെ ഹീറ്റ് മാപ്പ് കാണുന്നു. കണ്ടോ, നിഫ്റ്റി 50യുടെ ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ, ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ കളറിൽ കാണുന്നത് നല്ല ഗ്രീൻ ആണെങ്കിൽ നല്ല ബുള്ളിഷ് എന്നർത്ഥം, റെഡിഷ് ആണെങ്കിൽ ബെയറിഷ്, സൂപ്പർ റെഡ് ആണെങ്കിൽ നല്ലോണം ബെയർ മാർക്കറ്റിൽ നിൽക്കുന്ന, ഡൗൺ സൈഡിൽ നിൽക്കുന്ന സ്റ്റോക്സ് ആണെന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാം. അതിൽ തന്നെ നിങ്ങൾക്ക് ബുള്ളിഷ് മാത്രമായിട്ടുള്ള സ്റ്റോക്സ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ലൈക്ക് ദിസ് വൺ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല ബുള്ളിഷിലുള്ള സ്റ്റോക്സ് മാത്രം മതി എനിക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ നോക്കൂ, ബുള്ളിഷ് മാത്രം ഗ്രീനുള്ളത് മാത്രം നമുക്ക് കാണും. അപ്പോൾ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇന്ന് എത്ര 1.66% ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇനിയും വളരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഇതിൽ നമുക്ക് സ്റ്റോക്കിന് ഏത് സ്റ്റോക്ക് എപ്പോൾ ഓരോ ദിവസവും ഇൻട്രാഡേ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഒരു 1-2 ദിവസത്തേക്കൊക്കെ സ്വിങ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇത്തരം സ്റ്റോക്കുകൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർ, സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർ, ഇൻഡെക്സ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർ, ഇത്തരക്കാർക്കൊക്കെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്, ഒരു മെട്രിക് ആണ്. അതിൽ തന്നെ നമുക്ക് ക്വിക്കായിട്ട് നോക്കും. ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഒരുപാട് സ്ക്രീനേഴ്സ് ഒക്കെ ഉണ്ട് ഇതേമാതിരി ഹീറ്റ് മാപ്സ് കൊടുക്കുന്നത്. പക്ഷേ ആ ഹീറ്റ് മാപ്പിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ബുള്ളിഷ് ഏതാണ്, അത് പെർസെൻറ്റേജ് വൈസിൽ 1% ബുള്ളിഷിൽ നിൽക്കുക, 1% ആൻഡ് എബോവ് ബുള്ളിഷിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ്, 2% ആൻഡ് എബോവ് ബുള്ളിഷിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ്, 3% ആൻഡ് എബോവ് ബുള്ളിഷ് നിൽക്കുന്നത് ഏതൊക്കെയാണ്. സോ ഇത്തരത്തിലുള്ള സ്റ്റോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എത്ര ക്വിക്കായിട്ട് നമുക്ക് സാധിക്കും. അത് എവിടെയാണ് പോകേണ്ടത്? സ്കാനെക്സിൽ ടോപ്പിൽ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു നോട്ട് പാഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക. ദന്നിൽ നിന്നും സ്കാനെക്സ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും നിങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ അതല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് കാണേണ്ട ആവശ്യമില്ലാണ്ട് ഓരോ സെഗ്മെന്റ് എത്തുമ്പോഴും നിങ്ങൾ അവരെ പോസ് ചെയ്ത് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ആ ഇൻസൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇൻസൈറ്റ് പോവുക. ഇൻസൈറ്റ് പോയിട്ട് എവിടെ നിന്നാണ് ഇതൊക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ once again ഹീറ്റ് മാപ്പ് എങ്ങനെ ഇത് കാണുന്നു ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എക്സാമ്പിൾ ഇതിപ്പോൾ ഓവറോൾ മാർക്കറ്റ് നിഫ്റ്റി 50 സ്റ്റോക്സിൻ്റെ എല്ലാം ഇങ്ങനെ കാണുന്നു. അപ്പോൾ നമുക്കൊരു ഓഡായിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ബുള്ളിഷ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഈ റെഡ് കാണുന്ന 3% മൈനസ് ഇതിനെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് മാറി. അടുത്ത 2% ക്ലിക്ക് ചെയ്തു, അതും മാറി, റെഡിലുള്ളത് മാറി. അടുത്തത് ലോവസ്റ്റ് ഇത് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഇതും പോയി. ഇനിയിപ്പോൾ ആകെ ഇവിടെ അവൈലബിൾ നോക്കൂ, 2% മുകളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക്, 3% മുകളിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ് എത്ര എണ്ണമാണ് നോക്കൂ, ഇത്രയേ ഉള്ളൂ ആകെ. സോ ക്വിക്കായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കി. ഇനി മാർക്കറ്റ് സെന്റിമെന്റ് ബിയറിഷ് ആണെന്നുള്ള ദിവസത്തിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് അവർ ഡൗൺ സൈഡ് സ്റ്റോക്സ് ഏതാണെന്ന് നോക്കും. മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് ട്രേഡ് നോക്കാം. അതിൽ തന്നെ ഏത് സ്റ്റോക്ക് നല്ല സെലക്ട് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഇതിൽ തന്നെ 1, 2, 3, 4, 5, 6 സ്റ്റോക്സ് മാത്രമേ നമ്മുടെ കണ്ണ് മുമ്പിലുള്ളൂ. അപ്പോൾ ആ 6 സ്റ്റോക്സിന് മാത്രം ഇൻസ്റ്റൻ്റ്ലി നമ്മൾ നേരെ നമ്മുടെ ട്രേഡിംഗ് വ്യൂ ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ ഈ സ്റ്റോക്കിനെ പറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്റ്റോക്കിനെ എടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്നു. ദെൻ ഇതിൻ്റെ ട്രേഡിംഗ് വ്യൂയിലേക്ക് ഇൻസ്റ്റൻറ്റ് ഇവിടെ നോക്കൂ, ട്രേഡിംഗ് ബട്ടൺ കാണുന്നുണ്ട്, ട്രേഡിംഗ് വ്യൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നേരെ അതിൻ്റെ ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകുന്നു. അപ്പോൾ ചാർട്ടിലേക്ക് പോയി, അതും തന്നെ റെഡിയായിരിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചാർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ധന്നിൻ്റെ ഇൻഡിക്കേറ്റർ, ഞങ്ങൾ ബൊളിംഗർ ബാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ ബൊളിംഗർ അപ്പർ ബാൻഡിൻ്റെ മുകളിലാണ്. ദാറ്റ്സ് ഓൾസോ ബുള്ളിഷ് പൊട്ടൻഷ്യൽ. സോ അത് മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 ഡേ ചാർട്ടിൽ അത് മുകളിലേക്ക് നിൽക്കുകയാണ്. ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് സ്കാൽപ്പ് ട്രേഡ് ചെയ്യണോ, സ്കാൽപ്പ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിംഗ് ട്രേഡ് എടുക്കണമോ, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ബൈ കൊടുത്തിട്ട് ഇവിടെയും അതേ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ട്രേഡിംഗ് വിൻഡോ ഇവിടെ ഓപ്പൺ ആകും. നിങ്ങൾ ഏത് മെത്തേഡിൽ ബൈ ചെയ്യണം, MTF വേണോ, ഇൻട്രാഡേ വേണോ, ഇൻവെസ്റ്റിംഗ് വേണോ, അതിൽ തന്നെ ഏത് തരം ഓർഡർ, മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, ട്രിഗർ ഓർഡർ, സൂപ്പർ ഓർഡർ, എനിത്തിങ് വാട്ട് യു വാണ്ട്. ഇറ്റ് ഈസ് ദാറ്റ് മച്ച് സിമ്പിൾ ആൻഡ് ദാറ്റ് മച്ച് powerful and potential to make good revenue, reasonably profitable. I am not giving you these things as a tip. It is only educational purpose, for your educational purpose. Okay, നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് കാണരുത്.
സോ വീണ്ടും നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, നമ്മൾ എയർടെലിൻ്റെ എന്ത് കണ്ടു, നമ്മൾ എയർടെൽ എടുത്തപ്പോൾ അതാണ് ഏറ്റവും നല്ല ടോപ്പ് പെർഫോമറായിട്ട് അന്നത്തെ ദിവസം കണ്ടു. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹീറ്റ് മാപ്പ് കഴിഞ്ഞാലോ അടുത്ത നോക്കൂ, FIA DIA ആക്ടിവിറ്റി. പലരും എന്താ പറയുക ഡെയിലി നോക്കുന്ന കാര്യമാണ്. ഓരോ സ്റ്റോക്കിൻ്റെ പുറത്തും FIAs എത്ര വാങ്ങിച്ചു, DIAs എത്ര മേടിച്ചു, FIAs എത്ര വിറ്റു, DIAs എത്ര മേടിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങൾ അതറിയണമെങ്കിൽ ക്യാഷ് മാർക്കറ്റിലെ FIA സെഗ്മെൻറ്റ് നോക്കൂ. ക്യാഷ് മാർക്കറ്റിൽ FIAസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, DIAസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. ഇതിപ്പോൾ DIAs എന്ന് പറയുന്നത് എന്തിലാണ്, പർപ്പിളായിട്ട് കാണുന്നു. FIAs എന്ന് പറയുന്നത് റെഡിലാണ്. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് യെല്ലോയിലാണ്. യെല്ലോ എന്ന് പറയുന്നത് സെല്ലിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസം എത്തിയപ്പോൾ DIAs കൂടുതൽ മേടിച്ചു, FIAസും കൂടുതൽ മേടിച്ചു. ഇനി അടുത്ത ദിവസം നോക്കുമ്പോൾ FIAസും DIAസും ബൈ മോഡിൽ തന്നെയായിരുന്നു. ഇത് പിന്നാലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും DIAs ബൈ ചെയ്തു, FIAs സെൽ ചെയ്തു. ഈസി ആയിട്ട് അറിയാൻ പറ്റും. അത് ക്യാഷ് മാർക്കറ്റിൽ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. വെറുതെ നമ്മൾ സാധാരണ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് വരാറുണ്ട് പലപ്പോഴും FIAs എത്ര മേടിച്ചു, DIAs എത്ര മേടിച്ചു എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ നോക്കേണ്ടുന്നത്. അതിനകത്ത് തന്നെ സെഗ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് സെഗ്മെൻറ്റിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ FIAs സെല്ലിലായിരിക്കും കാണുക. സിമ്പിൾ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ടോട്ടലാ നിങ്ങൾക്ക് വരുന്ന ഒരു സ്ക്രീനിൽ FIAs 3000 കോടിക്ക് ഇന്ന് സെല്ല് ചെയ്തു എന്ന് കാണും. നല്ല ശ്രദ്ധിക്കണം, 3000 കോടിക്ക് സെല്ല് ചെയ്തു എന്ന് കാണും. പക്ഷെ നേരെ നിങ്ങൾ അതിൽ ഇൻഡെക്സ് ഓപ്ഷൻസ് എന്നൊരു ഫീൽഡ് ഉണ്ടാവും. ഇൻഡെക്സ് ഓപ്ഷൻസിൽ സെല്ലായിരിക്കും കാണുക. ശ്രദ്ധിക്കുക, മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ നമുക്ക് ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും ബൈ സൈഡിൽ പോകത്തില്ല, അവർ സെൽ സൈഡിലേ പോകത്തുള്ളൂ. ഓപ്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിലും പുട്ട് ഓപ്ഷൻ ആണെങ്കിലും മെജോറിറ്റി ഓഫ് ദം ആർ കോൺസെൻട്രേറ്റഡ് ഓൺ സെൽ സൈഡ് ഓഫ് ദി ഓപ്ഷൻസ്. അപ്പോൾ സെല്ലേഴ്സിന് മാത്രമേ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോലും കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ സെല്ലേഴ്സാണ് കൂടുതലായിട്ട് മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഒരു ഇൻഡെക്സ് ഓപ്ഷൻസിൽ സെല്ല് കാണുന്നു. അതിൻ്റെ അർത്ഥം എല്ലായ്പ്പോഴും അത് നെഗറ്റീവ് എന്നർത്ഥമല്ല. പുട്ട് ഓപ്ഷൻ എന്നൊരു സാധനമുണ്ട്. പുട്ട് ഓപ്ഷനെ സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആ പുട്ട് ഓപ്ഷൻ സെല്ലറിൻ്റെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോകലാണ് വ്യൂ. അപ്പോൾ അതിനും അവർക്ക് സെല്ല് തന്നെയാണ്. അതിൻ്റെ തത്വത്തിൽ അത് സെല്ലാണ്. പക്ഷെ ആ സെല്ല് അത് ഏത് രീതിയിലാണ് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അത് പോസിറ്റീവായിട്ടായിരിക്കും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രിസൈസ് ആയിട്ട് അവർ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇത്ര സെല്ല് ചെയ്തിരിക്കുന്നു എന്നേ അറിയാൻ പറ്റത്തുള്ളൂ. അതിൽ പുട്ടിൽ ഇത്ര, കോളിൽ ഇത്ര എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് വേറെ കാര്യം. പക്ഷെ അതിന് സാധ്യതയില്ലേ? അപ്പോൾ ബ്ലൈൻഡായിട്ട് നമ്മൾ അങ്ങനെ എന്ത് പറയാം. പക്ഷെ അപ്പോൾ വേറെ പാരാമീറ്റേഴ്സ് ഫ്യൂച്ചേഴ്സിൽ അവർ എന്ത് ചെയ്തിരിക്കുന്നു, ഫ്യൂച്ചേഴ്സിൽ കൂടുതൽ ചിലപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ബൈ ആണോ, ഫ്യൂച്ചേഴ്സിൽ ബൈ കാണുന്നുണ്ട്, പക്ഷേ ഓപ്ഷൻസിൽ സെല്ലാണ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് എന്തോ ഒരു ട്രിക്കിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് അത്ര കണ്ട് പ്യുവറായിട്ട് ഒരു നെഗറ്റീവ് അല്ല മാർക്കറ്റ്, എന്നാൽ പോസിറ്റീവ് അല്ല എന്നുള്ള വ്യൂവിൽ നമ്മൾ എത്തണം. സോ അതിൻ്റെ പറ്റി ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ പഠിക്കാം. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ എത്ര അവർ ബൈസ് ചെയ്തിരിക്കുന്നു, സെല്ല് ചെയ്തിരിക്കുന്നു എന്നറിയാൻ പറ്റും. ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ സെല്ല് എത്ര നടത്തിയിരിക്കുന്നു തനിയെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഓപ്ഷൻസ്. അപ്പോൾ ക്യാഷിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഫിൽട്ടർ ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പോലും ഇതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് സൈഡിൽ നോക്കിയാൽ ബോത്ത് പാർട്ടിസിപ്പൻസ്, ഇപ്പോൾ രണ്ട് പേരെയും കൂടി ചേർത്തിട്ട് നമുക്ക് കാണണം. ഇല്ല, FIAസിൻ്റെ ഡേറ്റ മാത്രം കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം, DIAസിൻ്റെ ഡേറ്റ മാത്രം കാണണമെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ അത് തന്നെ ഡെയിലി ആയിട്ട് കാണാം. വീക്ക്ലിയിൽ അവർ എന്ത് ചെയ്തു എന്ന് നമുക്കറിയണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. മന്ത്ലിയിൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി ടോട്ടൽ അവർ എത്രത്തോളം ഓരോ സെഗ്മെൻറ്റ് വൈസ് തന്നെ നമുക്കറിയാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ണു മുമ്പിൽ നിങ്ങൾ നോക്കും. നമ്മൾ വല്ല വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ അതല്ലേ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യമാണ് വരുന്നത് ഇപ്പോൾ, അല്ലേ? ശരിയല്ലേ? പക്ഷേ ഇത്തരം ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്കത് അറിയാതെ ഇരിക്കുവാണ്. ഇത്രയും നാൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഒരു ജെമ്മ് കയ്യിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എന്താ പറയുക, വെണ്ണ കയ്യിൽ വെച്ചിട്ടാണ് നെയ്ക്ക് അലയുന്നു എന്ന് പറയുന്ന ഒരു
നാടൻ ചൊല്ലുണ്ട്. സോ അതേമാതിരി നമ്മുടെ കയ്യിൽ ജം ഇരിക്കുക ഇവിടെ. പക്ഷെ നമ്മൾ അത് വിട്ടിട്ടാണ് പല ഇതൊക്കെ നോക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അനാലിസിസ് നടത്താനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിൽ ധൻ നമുക്ക് തരുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ധൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. ധനിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ നമ്പർ ഉൾപ്പെടെ മെൻഷൻ ചെയ്യൂ. തീർച്ചയായിട്ടും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പെല്ലാം ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് പിന്നെ അടുത്ത് നോക്കൂ. അടുത്തത് കമ്പനി ഫയലിങ്സ്. കമ്പനി നേരത്തെ നമ്മൾ കണ്ട ഫിനാൻഷ്യൽ ഫയലിങ്സ്, ഓരോ കമ്പനീസ് എന്തൊക്കെ തരം ഫയലിങ്സ് അത് നോക്കൂ. ഏതൊക്കെ മിനിറ്റിൽ വന്നേക്കുന്നു നോക്കൂ. 12 minutes ago, 4 minutes ago, 18 minutes ago. കണ്ടോ? അപ്പോൾ അത്രമാത്രം ആക്ടിവിറ്റീസ് ഓരോ ദിവസവും നടന്നുകൊണ്ടേയിരിക്കുകയാണ് മാർക്കറ്റിൽ. അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവർവ്യൂ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദെൻ കംസ് ടു അടുത്ത് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ്. ഇതെന്താണ് ഈ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ്? അതും സെയിം തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട്സ് ഓരോ പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ട്സ് ഓരോ മാസങ്ങളിൽ എത്ര രൂപയിലേക്ക് അവർ ആഡ് ചെയ്തു, അവരുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഉള്ളിൽ അവർ എത്രത്തോളം രൂപയ്ക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ അറിയാൻ പറ്റും. സോ ആ ഡീറ്റെയിൽസ് അതിപ്പം ഷെയർസിൻ്റെ ഭാഗത്ത് ഏതൊക്കെ ഷെയർസിന് ഫിൽട്ടർ ചെയ്യാം. ഷെയർ വൈസ് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ അറിയാം. ഹോൾഡിങ്ങിൻ്റെ പെർസെൻറ്റേജ് വൈസ് നോക്കണമെങ്കിൽ അറിയാം. മന്ത്ലി ആണോ ഇയർലി ആണോ ഡ്യൂറേഷൻസ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. മേജർ ആക്ഷൻസ് എന്തൊക്കെയാണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവർ കഴിഞ്ഞ ഇയറിൽ നിന്നും ഈ ഇയറിലേക്ക് എത്ര പെർസെൻറ്റേജ് കൂട്ടി, എത്ര പെർസെൻറ്റേജ് കുറച്ചു എന്നുള്ളത് അറിയാൻ പറ്റും. ഓവറോൾ എത്ര അറിയാൻ പറ്റും. ഈ ഇൻഡിവിജ്വൽ ഷെയർസിന് എത്രത്തോളം കൂട്ടി കുറച്ചു എന്നറിയാൻ പറ്റും. ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വളരെ വൈറ്റൽ ഇൻഫർമേഷനാണ് ഫോർ പർട്ടിക്കുലർലി ട്രാക്കിങ് എ സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് സ്റ്റോക്ക് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് പെർഫോമൻസ് വെച്ച് നമുക്ക് ബേസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ബേസ് ചെയ്തിൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്സിനെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അടുത്ത് കഴിഞ്ഞിട്ട് ബൾക്ക് ഡീൽസ്, ബ്ലോക്ക് ഡീൽസ് നേരത്തെ ഞാൻ പറഞ്ഞു. അതിനും പെട്ടെന്ന് നോക്കൂ. ഇവിടെ NSE, വേൾപൂൾ, ഗ്രാവിറ്റോൺ റിസർച്ച് ക്യാപിറ്റൽ സെല്ല് ചെയ്തിരിക്കുന്നു. ആക്ഷൻ എന്താണ്? സെൽ. അത് കഴിഞ്ഞിട്ട് വേറൊന്ന് അതേ വേൾപൂളിനെ തന്നെ ഇനിയൊരു കമ്പനി ബൈ ചെയ്തിരിക്കുന്നു. സോ ദീസ് തിങ്സ് ആർ ഓൾ ഹാപ്പൻ. ലൈക്ക് വൈസ് നമുക്ക് അതിൽ തന്നെ ഇത്തരം ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് 17 ഒക്ടോബറിൽ ബൈ ചെയ്തിരിക്കുന്നു, സെൽ ചെയ്തിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സിഗ്നൽസിലാണ് നമ്മൾക്ക് നോക്കൂ പലതരത്തിലുള്ള ടെക്നിക്കൽ സിഗ്നൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതിപ്പോൾ നിഫ്റ്റി 50-ലുള്ളത് സെക്ടർ വൈസ് നമുക്ക് എടുക്കാൻ പറ്റും. നോക്കൂ, 50 സ്റ്റോക്സ്, F&O സ്റ്റോക്സ്, നിഫ്റ്റി 50, നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500, മിഡ് ക്യാപ്പ്, നിഫ്റ്റി 500-ലുള്ള ടെക്നിക്കലിൽ ഏതൊക്കെയാണ്? 361. അതിൽ മൂവിങ് ആവറേജ് 50 ഈസ് ഗ്രേറ്റർ ദാൻ 100 ഈസ് ഗ്രേറ്റർ ദാൻ 200 എന്ന് പറഞ്ഞാൽ എന്താണ്? SMA 50 ഗ്രേറ്റർ ദാൻ SMA 100 ഗ്രേറ്റർ ദാൻ SMA 200. ഇതെന്ന് പറഞ്ഞൊരു പാരാമീറ്ററാണ്. അതായത് 200 മൂവിങ് ആവറേജിനേക്കാൾ മുകളിലാണോ 100 മൂവിങ് ആവറേജ്, 100 മൂവിങ് ആവറേജിനേക്കാൾ മുകളിലാണോ 50 മൂവിങ് ആവറേജ്. ഇത് മൂന്നും ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ആവുകയാണെങ്കിൽ അത് ഇവിടെ ടിക്ക് മാർക്ക് വരും. യെസ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ആ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് അർത്ഥം. അടുത്തത് ട്രെൻഡ് വെച്ച് നോക്കുന്നു. സൂപ്പർ ട്രെൻഡ് ബുള്ളിഷിലാണോ? ടിക്ക് മാർക്ക് യെസ്. RSI ഗ്രേറ്റർ ദാൻ 50 ആണോ? യെസ്. അത് എത്ര? ഫോർ 3 months, 3 മാസം കൊണ്ട് RSI 50 മുകളിലാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ബുള്ളിഷാണ്. പക്ഷെ വേറെ ബ്രേക്ക്ഔട്ട് ആണോ? പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഹയസ്റ്റ് 52 വീക്ക് ഹൈയേക്കാൾ മുകളിലാണോ? അല്ല. അപ്പോൾ നോ കൊടുത്തിരിക്കുന്നു. ഫണ്ടമെൻ്റലി നെറ്റ് പ്രോഫിറ്റിൻ്റെ അത് ഇൻഡു മാർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നെറ്റ് പ്രോഫിറ്റ് കമ്പയറിങ് ടു പ്രീവിയസ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അത് വന്നിട്ട് ഒന്നുകിൽ ഇൻഫർമേഷൻ വന്ന് കാണത്തില്ല, അതല്ലെന്നുണ്ടെങ്കിൽ അത് വീക്കറാണെന്ന് അർത്ഥം. സോ ഇതെല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആകുന്ന സ്റ്റോക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണും. 1-2 എണ്ണം കാണും. അത് വളരെ ഇൻഫർമേഷൻ വൈറ്റലാണ്. ആർക്കാണ്? സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വരും ദിവസങ്ങളിലും അതേ മൊമെന്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. So that is the reason you should use these kind of insights through signals. സിഗ്നൽസിൽ തന്നെ വെറൈറ്റി ഓഫ് സിഗ്നൽസ് നമുക്കിവിടെ ലഭ്യമാണ്. അത് ബുള്ളിഷ് സിഗ്നൽസ് ഉണ്ട്, ബെയറിഷ് സിഗ്നൽസ് ഉണ്ട്, ലോങ് ടേം സിഗ്നൽസ് ഉണ്ട്, ഷോർട്ട് ടേം സിഗ്നൽസ് ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിലൊക്കെ ബിഗ് ചേഞ്ചസ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ അത് മൂവിങ് ആവറേജ് ബേസിസിൽ, ട്രെൻഡ് ബേസിസിൽ, മൊമെൻറ്റം ബേസിസിൽ, ബ്രേക്ക്ഔട്ട് ബേസിസിൽ, ഫണ്ടമെൻ്റൽസ് ബേസിസിൽ ഇത്തരം ഡിഫറെൻറ്റ് ആക്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും സ്റ്റോക്സ്. നോക്കൂ, ഇവിടെ ഒരു സ്റ്റോക്ക് APL അപ്പോളോ ട്യൂബ്സ്. അത് നോക്കൂ, ടെക്നിക്കലി ബുള്ളിഷാണ്. ട്രെൻഡ് അതും സൂപ്പർ ട്രെൻഡ് വൈസ് ബുള്ളിഷാണ്.
RSI വെച്ച് ബുള്ളിഷാണ്. പക്ഷേ ബ്രേക്ക്ഔട്ട് അല്ല, ബ്രേക്ക്ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വാലിഡിറ്റി പോയി. അപ്പോൾ നിങ്ങൾ ഇത് ഇൻഡു മാർക്ക് കണ്ടു, അതുകൊണ്ട് കൊള്ളില്ല. 3 കൊള്ളാം, 2 കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും കൊള്ളില്ല എന്നാവില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് നോക്കണം. അതിന് നേരെ എന്ത് ചെയ്യണം? അതിനി പ്രത്യേകിച്ച് പോയി ടൈപ്പ് ചെയ്ത് ഒന്നും വേണ്ട. സിംപിളി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ട്രേഡിംഗ് വ്യൂ. ജസ്റ്റ് ക്ലിക്ക് ഓൺ, ഇമ്മീഡിയറ്റ്ലി ഗോ ടു ദി വെബ്, അതിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നു, റീഡ് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ നോക്കുന്നു. അത് താഴ്ന്നിരിക്കുന്നത് നല്ലതാണ്, കാരണം വീണ്ടും മേളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും മൊമെൻറ്റം ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റോക്ക്, അപ്പോൾ പിന്നെ ഇത്ര എളുപ്പത്തിന് നമ്മുടെ മുമ്പിൽ ഇതൊന്നും എങ്ങനെയാണ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിനെ ആരെ ആശ്രയിക്കും എന്നൊക്കെ ഒരുപാട് പേരുടെ പ്രോബ്ലംസ് അതാണ്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സംഭവം നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നു. ദാറ്റ് ഈസ് ദ ട്രൂ തിങ്. അപ്പോൾ ഇവിടെ ആ സത്യം നമ്മൾ ഇവിടെ വെളിപ്പെടുകയാണ് സ്കാനക്സിലൂടെ. സോ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ എളുപ്പമാകും. ദെൻ കംസ് ടു MTF ഇൻസൈറ്റ്സ്. സോ MTF എന്ന് പറഞ്ഞൊരു ഇവിടെ സെഗ്മെന്റ് ഉണ്ട്. എന്താണ് MTF? മാർജിൻ ട്രേഡ് ഫെസിലിറ്റി ആണ്. മാർജിൻ ട്രേഡ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അത് ട്രേഡ് ഫെസിലിറ്റി എത്ര നൽകുന്നു എന്ന് മാത്രമുള്ള ഇൻഫർമേഷൻ അല്ല, ഓവറോൾ മാർക്കറ്റിൽ മൊത്തത്തിൽ മാർജിൻസ് എത്രത്തോളം മാർജിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു നോക്കൂ. പൊസിഷൻസ് 4215 കോടി രൂപയുടെ മാർജിൻ ഉപയോഗിച്ച് മാത്രം, ടോട്ടൽ ഇൻഡസ്ട്രി മാർജിൻ നോക്കൂ, 1 ലക്ഷം കോടി രൂപയ്ക്ക് പുറത്താണ് മാർജിൻ മാത്രം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരുടെ എണ്ണം എത്രയോ കൂടുതലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ ന്യൂ പൊസിഷൻസ് ആഡ് ചെയ്തിരിക്കുന്നത് പ്ലസ് 4000 കോടി ഒരു ദിവസം കൊണ്ട് ആഡ് ചെയ്തിരിക്കുന്നു. പിന്നെ അതേമാതിരി 4000 ഇത്ര തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, കുറവും സംഭവിച്ചിരിക്കുന്നു. അത് ചില പർട്ടിക്കുലർ ഡേയ്സിൽ. ഇതിപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റാണ്. ഫ്രൈഡേ എന്ന് പറയുമ്പോൾ എന്താകും, പൊതുവേ പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചിലത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇത്ര ഡീറ്റെയിൽഡായിട്ട് നമുക്ക് എവിടെ അറിയാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സോ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ MTF-ലൂടെ അറിയാൻ പറ്റും. അതുമാത്രമല്ല, ഓരോ പർട്ടിക്കുലർ സ്റ്റോക്കിനും റിലയൻസ് ഇൻഡസ്ട്രീസിന് എത്ര മാർജിൻ ഫണ്ട് കൊടുക്കുന്നു, 4.55 ടൈംസ് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ 4.55 ടൈംസ് നമുക്ക് അധികം തരുന്നു എന്നാണ് അതിനർത്ഥം. സോ അടുത്ത ട്രെൻഡ് എന്ന് പറഞ്ഞ സ്റ്റോക്കിന് എത്ര കൊടുക്കും? 3.9 ടൈംസ് അധികം MTF തരുന്നുണ്ട്. സോ ടാറ്റ കൺസൾട്ടൻസി സർവീസ് 4.5 ടൈംസ് തരുന്നുണ്ട് MTF. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ സ്റ്റോക്കിനും ഓരോ തരം സ്ലാബിലായിരിക്കും MTF ഫെസിലിറ്റി നമുക്ക് ലഭ്യമാകുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡിഫറെൻറ്റ് പോയിന്റ്സ്. ഏറ്റവും സുസ്ലോൺ എനർജി, അതിനും MTF കൊടുക്കുന്നുണ്ട്. അത് എത്ര? 2x MTF ആണ്. 1 രൂപ നിങ്ങൾ ഇട്ടാൽ 200 രൂപ ആര് തരും? തന്നെ നിങ്ങൾക്ക് തരും. മാസ്ഡോക്ക് നോക്കൂ, മാസ്ഡോക്ക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഷിപ്പ് ബിൽഡിങ്ങിലും ഡിഫൻസ് സെക്ടറിലും ഒക്കെ അതിൻ്റെ പേരെടുത്ത സ്റ്റോക്സിൽ ഒന്ന് തന്നെയാണ് മാസ്ഡോക്കിന് എത്ര കൊടുത്തിരിക്കുന്നത്? 3.22 ടൈംസ് MTF അധികം കൊടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ ദി ഡീറ്റെയിൽസ് വി ക്യാൻ ഗെറ്റ് ത്രൂ ഈസിലി ത്രൂ സ്കാനക്സ്. അടുത്തത് ഇനി F&O ബാൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അതിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത്രയും സ്റ്റോക്കുകൾ F&O ഇൻ ബാൻ പീരീഡിലുള്ളത് ഏതൊക്കെയാണ്? പോസിബിൾ ഇനി ബാനിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്? പോസിബിളി ബാനിൽ നിന്ന് വെളിയിൽ വരാൻ ഏതൊക്കെ സാധ്യതയുണ്ട്? ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ ലഭ്യമാണ്. അടുത്ത നോക്കൂ, ടോപ്പ് ഡെലിവറീസ്. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് കേട്ടോ. ഡെയിലി ഡെലിവറി, അത് Nifty 50-ക്കകത്ത്, Nifty 100-നകത്ത്, സെൻസെക്സിനകത്ത്, നെക്സ്റ്റ് 50, Nifty 500 സ്റ്റോക്സ്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് ഓരോന്നിൻ്റെയും എത്ര ഡെലിവറിയാണ്, ഒരു ദിവസത്തെ ഡെലിവറി എത്ര നടന്നിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര, ഡെലിവറി പെർസെൻറ്റേജ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ക്യാഷിൽ ആ സ്റ്റോക്ക് ബൈ ചെയ്തവരുടെ എണ്ണം, അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണെന്നർത്ഥം. ട്രേഡഡ് വാല്യൂ കൂടുതലാണ്. നമ്പർ ഓഫ് സ്റ്റോക്സ് എത്ര ട്രേഡ് ചെയ്തിരിക്കുന്നു എന്നറിയാം. അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ ആൾക്കാർ സ്റ്റോക്സ് വാങ്ങി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അധികം താമസിയാതെ തന്നെ അതിൻ്റെ പ്രൈസ്, ഇപ്പോൾ കൂടിയില്ലെങ്കിൽ പോലും അധികം താമസിയാതെ അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാവും എന്നർത്ഥം അല്ലേ? ഇപ്പൊ ഡെലിവറി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു സ്ട്രാറ്റജിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡെലിവറി പെർസെൻറ്റേജ് സ്ട്രാറ്റജി എന്ന് തന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡെലിവറി പെർസെൻറ്റേജ് സ്ട്രാറ്റജിയിലൂടെ നമുക്ക് ഒരു നല്ല സ്വിംഗ് ട്രേഡ് പൊസിഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം, എങ്ങനെ ആ ട്രേഡിനെ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാം എന്നുള്ള സ്ട്രാറ്റജി തന്നെയുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് ഇനി ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഇതിപ്പോൾ ഇതിൽ ടോപ്പ് ഡെലിവറീസ്, ദെൻ മാർക്കറ്റ് വാല്യുവേഷൻ,
വാല്യുവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് വാല്യുവേഷൻസ് നടന്നത്, PE റേഷ്യോ വെച്ചിട്ട് ടോട്ടൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ വാല്യുവേഷൻസ്, അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റ് വാല്യുവേഷൻ എങ്ങനെയാണ്, PB റേഷ്യോ മാർക്കറ്റ് വാല്യുവേഷൻ എങ്ങനെയാണ്, നിഫ്റ്റി 50 ഇതിപ്പോൾ കമ്പാരിസൺ നമുക്കിപ്പോൾ ഇത് നിഫ്റ്റിക്ക് മാത്രം കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് PE റേഷ്യോ എങ്ങനെ പോകുന്നു, എല്ലാത്തിനും PE ഉണ്ട്. ഇപ്പോൾ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആവറേജ് PE കൂടിപ്പോയി കഴിഞ്ഞാൽ പ്രൈസ് ഹൈ വാല്യുവേഷൻ എന്നർത്ഥം. PE കൂടുന്തോറും എക്സ്പെൻസീവ് ആണെന്ന് ഷെയർ മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെയോ ഇൻഡെക്സിൻ്റെയോ വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് അതിൻ്റെ പുറത്ത് ആൾക്കാർ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ബെറ്റ് ചെയ്തിരിക്കുന്നത് കൂടി നിൽക്കുകയാണ്. ഇനി അതിനും മേളിൽ പോകാനുള്ള സാധ്യത കുറവായിരിക്കും. പെട്ടെന്ന് ഒരു കറക്ഷനിലേക്ക് വരാൻ സാധ്യത ഉണ്ടാവും എന്നറിയാം. ഇനി PE കുറഞ്ഞാലോ, അപ്പം നല്ല അണ്ടർ വാല്യൂഡിലേക്ക് വരികയാണ് സ്റ്റോക്ക്. അപ്പോൾ ഇനി അതിൻ്റെ പുറത്ത് വീണ്ടും നല്ല വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക താല്പര്യം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അങ്ങനെ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് എ സ്മോൾ റീറ്റെയിലർ നമ്മൾക്കും ഈ ഇൻഫർമേഷൻ വിലപ്പെട്ടതാണ്. അപ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും പ്രൈസിന് മൂവ്മെൻറ്റം ഉണ്ടാകുക. അപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സിന് മൂവ് ചെയ്യണമെങ്കിൽ അവർ ചില പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്യും. അത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് നമ്മളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ വലുതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഒരു ചെറിയ തോതിൽ നമുക്കും നമ്മുടേതായിട്ടുള്ള ലാഭങ്ങൾ പരമാവധി നമ്മൾ ലാഭത്തിൽ നമുക്ക് നമ്മുടെ ട്രേഡ്സിനെ എക്സിക്യൂട്ട് ചെയ്ത് നിർത്താൻ സാധിക്കും. ഇതെല്ലാം പരമാവധിയാണ്, ആപേക്ഷികമാണ്, റിലേറ്റിവിറ്റിയാണ്. ഇതെല്ലാം റിലേറ്റിവിറ്റി തിയറിയാണ്. ഒരിക്കലും 100% എന്നൊരു സാധനം ഇല്ല. ഷെയർ മാർക്കറ്റിൽ എപ്പോഴും നിങ്ങളോടൊപ്പം നമ്മുടെ ട്രേഡേഴ്സിനോടൊപ്പം സഞ്ചരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് 2 എണ്ണം ഉണ്ട്. ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്, ഇനിയൊന്ന് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കാനെക്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതിൻ്റെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനറിന് നമ്മൾ പുറത്ത് മാർക്കറ്റിൽ വേറെയും ഒത്തിരി സ്ക്രീനേഴ്സൊക്കെ ഒരുപാട് പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഹൈ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, ആനുവൽ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ചാർജസ് നമുക്ക് പോകും. ഇതൊന്നും വേണ്ട, നിങ്ങൾ ധനിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അതിന് നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യൂ. ഡെഫിനറ്റ്ലി ഐ വിൽ കോൺടാക്ട് യു. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ധൻ മലയാളത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല എക്സ്പ്ലനേഷൻസ് തരാൻ ഞാൻ ശ്രമിക്കും. പിന്നെ അതിനോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് സ്കാനെക്സ് എന്ന് പറയുന്ന ധനിൻ്റെ സ്പെഷ്യൽ സ്ക്രീനർ, സ്റ്റോക്ക് സ്ക്രീനറിനെ പറ്റിയിട്ടുള്ള ഓവറോൾ വ്യൂ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ പാർട്ടും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ അതിൻ്റെ ഓരോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള തനി വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള എന്താ പറയുക യാത്രയിൽ തന്നെയാണ് ഞാനും നിങ്ങളും കൂടെ ജോയിൻ ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നന്ദി. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.